ക്ലാസിക്കൽ മെക്കാനിക്സ്. സപ്പോസ് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ടെന്ന് കരുതുക. നമ്മളിവിടെ ബേസിക്കലി സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാൻ നമ്മുടെ ഓൾറെഡി കുറച്ച് ഫോർമലിസംസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പണ്ട് തൊട്ടേ ആക്ച്വലി പഠിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോർമലിസം ആണ് ആക്ച്വലി ന്യൂട്ടോണിയൻ ഫോർമലിസം. നമ്മൾ ബേസിക്കലി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേ മെക്കാനിക്കൽ സിസ്റ്റത്തിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില ഫോർമലിസംസ് ആണ്. ആൻഡ് നമ്മൾ ബേസിക്കലി ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് ഫോർമലിസം ആൻഡ് ഈ ഫോർമലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇൻ ജനറൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫോർമുലേഷൻസിന്റെ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യുവാണ്. ഓക്കെ റൈറ്റ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എന്താണ് ഒരു മെക്കാനിക്കൽ സിസ്റ്റം എന്ന് ഞാൻ ഫസ്റ്റ് ആദ്യം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഞാൻ അതിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഒരു മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ബേസിക്കലി അതൊരു സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, സപ്പോസ് എൻ്റെ കുറച്ച് സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് ആൻഡ് ഈ സെറ്റ് ഓഫ് പാർട്ടിക്കിൾസിന് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതൊരു മെക്കാനിക്കൽ സിസ്റ്റം തന്നെയാണ്. പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിക്കൽ സിസ്റ്റം ആണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഓർഡിനറി ലൈഫിലുള്ള മെക്കാനിക്കൽ സിസ്റ്റം ജസ്റ്റ് ഫ്രീ പാർട്ടിക്കിൾസ് അല്ല. ഓക്കെ റൈറ്റ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ സിസ്റ്റംസ് നമ്മൾ കാണുന്നുണ്ട്. സോ ഞാൻ അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ എന്റെ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇറ്റ്സ് എ സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഈ പാർട്ടിക്കിൾസിന്റെ ഡൈനാമിക്സ് ആണ് എനിക്ക് ബേസിക്കലി സ്റ്റഡി ചെയ്യേണ്ടത്. അതായത് എൻഡ് ഓഫ് ദ ഡേ എനിക്ക് അറിയേണ്ടത് അവിടെ കുറച്ച് സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ അത് എവിടെയായിരിക്കും ആൻഡ് ഈ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി എത്ര, എനിക്ക് ഈ ഡീറ്റെയിൽസ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ എന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എ മെക്കാനിക്കൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് possibly subjected to some constraints, right? Okay, whose motion to be determined. അതായത് എനിക്ക് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ചില സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് ആൻഡ് ഈ പാർട്ടിക്കിൾസ് പരസ്പരം കൺസ്ട്രെയിൻഡ് ആയിരിക്കാം. ഓക്കെ റൈറ്റ്, അതായത് ഈ പാർട്ടിക്കിൾസിന് ഇഷ്ടമുള്ള പോലെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പാർട്ടിക്കിൾസിന് ഇടയ്ക്ക് ചില കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഈ സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ് ഒബ്ജക്ട്സ് ആണ് ആൻഡ് ഈ പോയിന്റ് ഒബ്ജക്ട്സിനിടയ്ക്ക് ഞാൻ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള റോഡ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2 പാർട്ടിക്കിൾസ് ആണ് ആൻഡ് ഈ 2 പാർട്ടിക്കിൾസിനും ഇഷ്ടമുള്ള പോലെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കണം. അതാണ് ബേസിക്കലി ഈ മെക്കാനിക്കൽ സിസ്റ്റം. ക്ലിയർ? ഓക്കെ, 2 പാർട്ടിക്കിൾസ് സബ്ജക്റ്റഡ് ടു എ കൺസ്ട്രെയിന്റ്. ക്ലിയർ? ഓക്കെ റൈറ്റ്. ആൻഡ് വേറൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സപ്പോസ് ഈ കേസ് നോക്കുക. ഇത് ബേസിക്കലി ഒരു ഡബിൾ പെൻഡുലം ആണ്. ഡബിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ റിജിഡ് സപ്പോർട്ട് ആണ്. ഈ റിജിഡ് സപ്പോർട്ടിൽ ഞാൻ ഒരു സിമ്പിൾ പെൻഡുലം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ സിമ്പിൾ പെൻഡുലത്തിന്റെ പുറത്ത് ഞാൻ വേറെ ഒരു പെൻഡുലം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ കൺസ്ട്രെയിൻസ് എന്താണ്? ഫസ്റ്റ്, ഇവിടെ 2 പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ കൺസ്ട്രെയിൻസ് എന്താണ്? നമുക്ക് ഓക്കെ, എന്തായാലും നമുക്കറിയാം ഈ സിസ്റ്റം നമ്മൾ മൂവ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഈ ഒരു പ്ലെയിനിൽ കൂടെ മാത്രമാണ്. റൈറ്റ്, അതായത് ഈ സിസ്റ്റം ഇങ്ങനെ മൂവ് ചെയ്യത്തുള്ളൂ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഡെഫിനിഷൻ. അതായത് ഈ സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതാണെന്ന് പറയുന്നത്. ഈ 2 പാർട്ടിക്കിൾസിന് ഈ പ്ലെയിനിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതൊരു കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, അതായത് ഇൻ ജനറൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ കൺസ്ട്രെയിൻ ചെയ്യുവാണ് ഈ സിസ്റ്റം ഈ പ്ലെയിനിൽ കൂടെ മാത്രമേ മൂവ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്പർ 1 കൺസ്ട്രെയിൻ. നമ്പർ 2, നമുക്കറിയാം ഈ 2 പോയിന്റ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഫിക്സഡ് ആയിരിക്കണം. ഓക്കെ റൈറ്റ്, അതുപോലെ തന്നെ ഈ ബോബിനും ഈ ബോബിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഫിക്സഡ് ആയിരിക്കണം. ക്ലിയർ? ഓക്കെ, അതായത് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്തുവാ? ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഈ 2 പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ 2 പാർട്ടിക്കിൾസിനും എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം, പ്രൊവൈഡഡ് ആ മോഷൻ ഈ പ്ലെയിനകത്തായിരിക്കണം ആൻഡ് ഈ ഡിസ്റ്റൻസ് ഫിക്സഡ് ആയിരിക്കണം, ഈ ഡിസ്റ്റൻസ് ഫിക്സഡ് ആയിരിക്കണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുള്ള മോഷൻസ് മാത്രമേ ഈ സിസ്റ്റത്തിന് പറ്റത്തുള്ളൂ. സോ അതാണ് ആ മെക്കാനിക്കൽ സിസ്റ്റം. സിമിലർലി ഈ 2 പാർട്ടിക്കിൾസിനും എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം, പ്രൊവൈഡഡ് അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഫിക്സഡ് ആയിരിക്കണം. ഓക്കെ റൈറ്റ്, ആ ഡിസ്റ്റൻസ് ഫിക്സഡ് ആക്കി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള മോഷൻ മാത്രമേ ഈ സിസ്റ്റത്തിന് പോസിബിൾ ആയിട്ടുള്ളൂ. റൈറ്റ്, അതാണ് ബേസിക്കലി ഈ മെക്കാനിക്കൽ സിസ്റ്റം. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്താണ് മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഡെഫിനേഷൻ എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി. എഗെയിൻ ഞാൻ പറയുന്നു, സപ്പോസ് ഞാനൊരു സിംഗിൾ പോയിന്റ് ഒബ്ജക്ട് കൺസിഡർ ചെയ്യുന്നു. അതും ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആണ്, പക്ഷെ വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആണ്. ഓക്കെ റൈറ്റ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പുതിയ ഡെഫിനേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അത് ആദ്യം കേൾക്കുമ്പോൾ ഞാൻ ഇനി കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന പല ഡെഫിനേഷൻസും ഓക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നും. പക്ഷെ ഒരുപാട് ലേറ്റ് ആവാതെ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ ബെറ്റർ ഡെഫിനേഷൻസ് ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് ഈ മെക്കാനിക്കൽ സിസ്റ്റംസിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം മാറുന്നതിനനുസരിച്ച് സിസ്റ്റത്തിന് എന്തൊക്കെ വേരിയേഷൻസ് ആണ് ഉണ്ടാവുന്നത്, ഈ വേരിയേഷൻസിനെയൊക്കെ എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ബെറ്റർ ഡെഫിനേഷൻസ് യൂസ് ചെയ്ത് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ പുതിയ ഡെഫിനേഷൻസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ഡെഫിനേഷൻ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. ഓക്കെ, മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് ഓക്കെ നീഡഡ് ടു കംപ്ലീറ്റ്ലി സ്പെസിഫൈ കോൺഫിഗറേഷൻ ഓഫ് ദ മെക്കാനിക്കൽ സിസ്റ്റം. അതായത് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്. ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ, അതായത് ആ മെക്കാനിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ഇരിക്കുന്നത്,
എന്നതിനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് മിനിമം നമ്പർ ഓഫ് വേരിയബിൾസ് വേണം. ഓക്കെ, ഈ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് ആ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇപ്പൊ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, റൈറ്റ്? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഉണ്ട്. നമുക്കറിയാം ഈ പോയിന്റ് ഒബ്ജക്റ്റ് ഈ സ്പേസിൽ കൂടെ എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഓക്കെ, അതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. കാരണം എന്താണ്? ബിക്കോസ് ഈ പോയിന്റ് ഒബ്ജക്റ്റിന്റെ എക്സാക്ട് കോൺഫിഗറേഷൻ പറയാൻ ഞാൻ 3 ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ഞാൻ സ്പെസിഫൈ ചെയ്താൽ മതി. ഏതൊക്കെയാ? അതിന്റെ എക്സ് കോർഡിനേറ്റ് പറയുക, വൈ കോർഡിനേറ്റ് പറയുക, ഇസഡ് കോർഡിനേറ്റ് പറയുക. ഈ 3 നമ്പേഴ്സും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷനെ പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷനുമായി. ക്ലിയർ? ഓക്കെ, ഇനി അതായത് പോയിന്റ് ഒബ്ജക്റ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ബേസിക്കലി 3 ആണ്. സപ്പോസ് എന്റെ 2 പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ 2 പാർട്ടിക്കിളിന്റെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ ഞാൻ സ്പെസിഫൈ ചെയ്യണം. അതിന് എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വേണം? ആക്ച്വലി 6 വേണം. ബിക്കോസ് ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ എക്സാക്ട് പൊസിഷൻ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് 3 എണ്ണം വേണം, രണ്ടാമത്തേനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് 3 എണ്ണം വേണം. സോ ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ എനിക്ക് 6 ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് വേണം. ഓക്കെ, എങ്കിൽ സപ്പോസ് ഇപ്പൊ എന്റെ n നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, എത്രയാണ് ആ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? 3n. ബിക്കോസ് അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിളിനും 3 എണ്ണം വീതം വേണം. അങ്ങനെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ 3 ടൈംസ് n ആണ് ആ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, അതായത് ഫ്രീ പാർട്ടിക്കിൾസ് ആണ്. എങ്കിൽ നമുക്കറിയേണ്ടത് ഓക്കെ, സപ്പോസ് ഇതുപോലത്തെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള സിസ്റ്റംസിന്റെ കേസിൽ എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാൻ മനസ്സിലാക്കേണ്ടത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, സപ്പോസ് ഫസ്റ്റ് നമ്മുടെ ഈ ഡബിൾ പെൻഡുലം, നമുക്ക് എന്തായാലും ഈ ഫിഗറിൽ നിന്ന് വളരെ ഒബ്വിയസ് ആണ്. ഞാൻ ഈ ആംഗിളും, അതായത് എന്റെ ഈ വെർട്ടിക്കൽ ലൈനിനും എന്റെ ഫസ്റ്റത്തെ ബോബ് ആ ലൈൻ ഇരിക്കുന്ന ഈ ആംഗിൾ, അതായത് θ1 ആൻഡ് ഈ θ2, ആക്ച്വലി ഞാൻ ഈ 2 പാരാമീറ്റേഴ്സും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ θ1, θ2 ഇത് രണ്ടും സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ് എനിക്ക് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഞാനിപ്പോ പറയുകയാണ് ഈ ആംഗിൾ ഇപ്പൊ 25 ഡിഗ്രിയാണ്, ഇത് 35 ഡിഗ്രിയാണ്. ഓക്കെ, 25 ഡിഗ്രിയും 35 ഡിഗ്രിയും വരുന്ന ഒരേ ഒരു കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ, റൈറ്റ്? ആൻഡ് സപ്പോസ് കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഈ ബോബ് ഇവിടെ എത്തി ആൻഡ് ഈ ബോബ് ഇവിടെ എത്തി എന്നുണ്ടെങ്കിൽ, ഓക്കെ, അഗെയിൻ എനിക്ക് ഈ ആംഗിളും ഞാൻ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുതിയ സ്റ്റേറ്റിന്റെ കംപ്ലീറ്റ് കോൺഫിഗറേഷന്റെ ഇൻഫർമേഷൻ ആയി. ക്ലിയർ? അതായത് ഒബ്വിയസ് ആണ്, ഈ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ എനിക്ക് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് 2 പാരാമീറ്റേഴ്സ് മതി. എങ്കിൽ എനിക്ക് പറയാം ഈ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 2 ആണ്. ഓക്കെ, റൈറ്റ്. സിമിലർലി ഞാൻ ഈ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്തുവാ? ഇത് 2 പാർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷെ 2 പാർട്ടിക്കിൾസും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് അല്ല, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഫിക്സഡ് ആണ്. സോ ഇത് ഫ്രീ പാർട്ടിക്കിൾസ് അല്ല. എങ്കിൽ നമുക്കൊന്ന് തിങ്ക് ചെയ്ത് നോക്കാം ഇതിന്റെ കോൺഫിഗറേഷനെ ഫിക്സ് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ വേണമെന്ന്. ഫസ്റ്റ് സപ്പോസ് ഇതാണ് ഒരു പാർട്ടിക്കിൾ, ഇതാണ് മറ്റേ പാർട്ടിക്കിൾ എന്ന് കരുതുക. ഓക്കെ, ഇവർക്കും 2 പേർക്കും സ്പേസിൽ ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇവർക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിന്റെ കോൺഫിഗറേഷനെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത്, ഓക്കെ, ഞാൻ ഈ എൻഡിലിരിക്കുന്ന പാർട്ടിക്കിളിന്റെ പൊസിഷനെ ഞാൻ എക്സാക്ട് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. നമുക്കറിയാം അതിന് 3 വേരിയബിൾസ് വേണം. ക്ലിയർ? ബിക്കോസ് ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ വൈ കോർഡിനേറ്റും ഇതിന്റെ ഇസഡ് കോർഡിനേറ്റും. ഓക്കെ, റൈറ്റ്. വൺസ് ഞാൻ ഈ പാർട്ടിക്കിളിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ച് നോക്കുക, ഈ പാർട്ടിക്കിളിനെ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന് പല പല ഡിഫറെന്റ് കോൺഫിഗറേഷൻ പോസിബിൾ ആണ്. ഇതിന് ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, സോ എനിക്ക് അതും ഫിക്സ് ചെയ്യണം. അതിനെനിക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ വേണം? നമുക്ക് ഓൾറെഡി അറിയാം ഈ ഡിസ്റ്റൻസ് ഫിക്സഡ് ആണ്. ഓക്കെ, എങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ ഞാൻ ഈ ഡയറക്ഷൻ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ക്ലിയർ? ഓക്കെ, ബിക്കോസ് ഈ ഡിസ്റ്റൻസ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. നമുക്കറിയാം ഈ 2 പാർട്ടിക്കിൾസിനുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന്. അത് ആ സിസ്റ്റത്തിന്റെ ഡെഫിനിഷനകത്ത് തന്നെയുണ്ട്. ബിക്കോസ് 2 പാർട്ടിക്കിൾസും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. സോ ഞാൻ ഈ ഡയറക്ഷൻ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ഡയറക്ഷനെ സ്പെസിഫൈ ചെയ്യാൻ എത്ര ഇൻഡിപെൻഡന്റ് ഇൻഫർമേഷൻ വേണം? നമുക്ക് ഓൾറെഡി അറിയാം ഇത് ആക്ച്വലി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനിലെ ഒരു യൂണിറ്റ് വെക്ടർ ആണ്. ബിക്കോസ് എനിക്ക് ഡയറക്ഷൻ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. സോ അത് 3 ഡയമെൻഷനിൽ ഒരു യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, എനിക്ക് എന്തായാലും അറിയാം ഒരു യൂണിറ്റ് വെക്ടർ എനിക്ക് എങ്ങനെ എഴുതാം? സം എക്സ് ടൈംസ് ഐ പ്ലസ് വൈ ടൈംസ് ജെ പ്ലസ് ഇസഡ് ടൈംസ് കെ. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഈ യൂണിറ്റ് വെക്ടറിനെ സ്പെസിഫൈ ചെയ്യാൻ 3 പാരാമീറ്റേഴ്സ് വേണമെന്ന്. പക്ഷെ ആക്ച്വലി 3 എണ്ണം വേണ്ട. കാരണം എന്താണ്? ബിക്കോസ് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ അതൊരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്താണ് ആ കണ്ടീഷൻ? ആ യൂണിറ്റ് വെക്ടറിന്റെ ലെങ്ത് 1 ആയിരിക്കണം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇത് 1 ആയിരിക്കണം. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് ആ യൂണിറ്റ് വെക്ടറിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് എക്സും വൈയും ഇസഡും അറിയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ എക്സും വൈയും എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് ഫിക്സഡ് ആണ്. ബിക്കോസ് എന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആണ്, അതൊരു നമ്പർ ആണ്. എനിക്ക് എക്സും വൈയും അറിയാമെങ്കിൽ എക്സും വൈയും ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഇസഡിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ? അതായത് എനിക്ക് യൂണിറ്റ് വെക്ടറിനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ 2 ഇൻഫർമേഷൻ മതി. ക്ലിയർ? ഇനി മൊത്തത്തിൽ ആലോചിക്കുക, ഇതാണ് എന്റെ പാർട്ടിക്കിൾ, അതായത് എന്റെ മെക്കാനിക്കൽ സിസ്റ്റം. ഇതൊരു പാർട്ടിക്കിൾ, ഇതൊരു പാർട്ടിക്കിൾ.
ഇതിനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ 3 നമ്പർ ഓഫ് ഇൻഫർമേഷൻ വേണം. ആൻഡ് ഇതിന്റെ പൊസിഷൻ പിന്നെ എനിക്ക് ഫിക്സ് ചെയ്യാൻ ഈ ഡയറക്ഷൻ ഫിക്സഡ് ആയതുകൊണ്ട്, ക്ലിയർ, അതായത് ഈ ലെങ്ത് ഫിക്സഡ് ആയതുകൊണ്ട് 2 ഇൻഫർമേഷൻ മാത്രം മതി. ബിക്കോസ് ഈ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ 2 പാരാമീറ്റേഴ്സ് മാത്രം മതി. എന്ന് വെച്ചാൽ ഈ ഫുൾ സിസ്റ്റത്തിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാനിപ്പോ ഒരു തരത്തിൽ ഞാൻ ഒരു ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്താണ് ഞാനിപ്പോ കാൽക്കുലേറ്റ് ചെയ്തത്. ക്ലിയർ, അതായത് ഞാനിപ്പോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം എടുത്തിട്ട് അതിന്റെ സ്പേസിൽ അതിന്റെ കോൺഫിഗറേഷൻ ഫിക്സ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാരാമീറ്റർ ഞാൻ ഫിക്സ് ചെയ്യണം എന്നാണ് ഞാനിപ്പോ ബേസിക്കലി തിങ്ക് ചെയ്തത്. ചോദിക്കാം, ഇങ്ങനെ ഇൻറ്റ്യൂഷൻ ബേസ് ചെയ്ത് തിങ്ക് ചെയ്യാതെ കുറച്ചും കൂടെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ, കുറച്ചും കൂടെ അൽഗോരിതമിക് ആയിട്ടുള്ള വേ ഉണ്ടോന്ന്? ഉണ്ട്. ഓക്കെ, റൈറ്റ്. നമ്മൾ അത്തരം ടെക്നിക്സുകളെ പറ്റി, അതായത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൺസ്ട്രെയിൻസ് എന്താണ്, ആൻഡ് ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൺസ്ട്രെയിൻസ് എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ അഫക്ട് ചെയ്യുന്നത്, റൈറ്റ്, ഇതൊക്കെ ആക്ച്വലി നമ്മളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ പിന്നീട് മെക്കാനിക്കൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൺസ്ട്രെയിൻസ്, ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൺസ്ട്രെയിൻസ് എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ അഫക്ട് ചെയ്യുന്നത്, ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ അഫക്ട് ചെയ്യാത്ത ചില കൺസ്ട്രെയിൻസ് ഉണ്ട്, ആൻഡ് ഈ കൺസ്ട്രെയിൻസ് തന്നെ പല ടൈപ്പിലുണ്ട്. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട് ഈ സബ്ജക്റ്റിന്റെ. അതിന്റെ പാർട്ടായിട്ടാണ് ആക്ച്വലി ഡി-ആലംബർട്ട് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങളുള്ളത്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു സംഭവത്തിലാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ എസെൻഷ്യലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ ഇതേപോലത്തെ ഹിസ്റ്റോറിക്കൽ തിങ്സ് നമ്മൾ കൂടുതൽ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലായി എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് വേണം, അതാണ് ബേസിക്കലി ആ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, എങ്കിൽ എനിക്ക് പുതിയൊരു ഡെഫിനേഷൻ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ ഡെഫിനേഷൻ ആണ് ബേസിക്കലി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു സർട്ടൺ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് വേണം. ആ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ്, ഓക്കെ, ഈ ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ക്ലിയർ? നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. സപ്പോസ് ഞാൻ ഈ ഡബിൾ പെൻഡുലത്തിന്റെ എക്സാമ്പിൾ തന്നെ ഞാൻ എടുക്കുക. ഓക്കെ, എനിക്ക് ഡബിൾ പെൻഡുലത്തിന്റെ കോൺഫിഗറേഷൻ എനിക്ക് എക്സാക്ട് ആയിട്ട് ഫിക്സ് ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഈ ആംഗിൾ θ1 ഉം θ2 ഇത് രണ്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? അതിന്റെ കോൺഫിഗറേഷൻ എനിക്ക് എക്സാക്ട് ആയിട്ട് ഫിക്സ് ചെയ്യാം. അതായത് θ1, θ2, ഓക്കെ, അതായത് ഈ ഒരു സെറ്റ് ഓഫ് വേരിയബിൾസ്, ഇത് ബേസിക്കലി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ്. ക്ലിയർ? ബിക്കോസ് ഈ രണ്ട് കോർഡിനേറ്റും യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ പറ്റി. സോ ഈ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ബേസിക്കലി ഒരു സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എനിക്ക് ഈ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മാത്രമേ ഉള്ളൂ, അതോ വേറെയും പോസിബിലിറ്റീസ് ഉണ്ടോ? ക്ലിയർ? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവും. സപ്പോസ് ഞാൻ ഇതിന്റെ ഒറിജിൻ ആയിട്ട് ഫിക്സ് ചെയ്യുവാണ്, ആൻഡ് എനിക്ക് ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എനിക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ മതി. അതായത് ഈ ഡിസ്റ്റൻസ് ഞാൻ ഇപ്പോൾ x1 എന്ന് വിളിക്കുവാണെങ്കിൽ x1. സിമിലർലി എനിക്ക് ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ പറയാനായിട്ട് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള x ഞാൻ പറഞ്ഞാൽ മതി, അതായത് ഈ x ഞാൻ പറഞ്ഞാൽ മതി, അതായത് x2. ക്ലിയർ? ബിക്കോസ് ഈ ലെങ്ത് ഫിക്സഡ് ആയതുകൊണ്ട് ഞാൻ ഈ x1 ഉം x2 ഉം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ വൈസ് ഫിക്സഡ് ആയിരിക്കും. സോ y ഞാൻ സെപ്പറേറ്റ് പറയണ്ട. ക്ലിയർ? അതായത് എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ θ1, θ2 ഈ പെയർസ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ x1, x2 എനിക്ക് ഈ പെയർസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലിയർ? ഇനി നമുക്ക് വേറെ രീതിയിലും തിങ്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ്, അതായത് ഞാൻ ഈ പാർട്ടിക്കിളിന്റെ കോൺഫിഗറേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഈ x1 യൂസ് ചെയ്യുന്നു. ക്ലിയർ? ഞാൻ ഈ x1 സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ പിന്നെ ഫിക്സഡ് ആണ്. ഓക്കെ, എനിക്ക് അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഞാൻ എവനെ ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഈ ആംഗിളായി യൂസ് ചെയ്യുന്നത്, അതായത് θ2 ആയി യൂസ് ചെയ്യുന്നത്. അതായത് എനിക്ക് മനസ്സിലായി, എനിക്ക് വേണമെങ്കിൽ θ1, θ2 യൂസ് ചെയ്യാം. സിമിലർലി എനിക്ക് x1, x2 യൂസ് ചെയ്യാം. ഈക്വലന്റ്ലി എനിക്ക് വേണമെങ്കിൽ x1, θ2 ഈ പെയർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലിയർ? അതായത് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മനസ്സിലായി. ഈ സെയിം മെക്കാനിക്കൽ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ ഈ സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാം. അതായത് ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ട ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ഓക്കെ, റൈറ്റ്, ആ ചോയ്സസ് അത് യുണീക്ക് അല്ല.
റൈറ്റ് സെയിം സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എനിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഫസ്റ്റ് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഓക്കെ ഇത് ബേസിക്കലി കോർഡിനേറ്റ്സ് ആണ്, അതായത് സംതിങ് ലൈക്ക് എക്സ് വൈ ഇസഡ്. ഓക്കെ, ആൻഡ് എക്സും വൈയും ഇസഡും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസുകളാണ്, അതായത് ബേസിക്കലി ലെങ്ത് ആണ്. സോ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടാവും, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻസ് ലെങ്ത് ആയിരിക്കണമെന്ന്. അല്ല, ബിക്കോസ് നമ്മൾ ഒബ്വിയസ്ലി ഇവിടെ കണ്ടു, ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് കണ്ടോ, θ1 θ2 ആംഗിൾസ് ആണ്. ക്ലിയർ, റൈറ്റ്? അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ ഡയമെൻഷൻ ഇൻ ജനറൽ ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആണെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഈ സെറ്റിനെ പറ്റി നോക്കുക. ഇതും ഈക്വലി വാലിഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ ഒന്നാമത്തെ കോർഡിനേറ്റ് ബേസിക്കലി x1 ആണ്. x1 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, സോ അതിന്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്. രണ്ടാമത്തെ ആണെങ്കിലോ ആംഗിൾ ആണ്. അതായത് ഞാൻ യൂസ് ചെയ്ത രണ്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ ഡയമെൻഷൻസ് ഡിഫറെന്റ് ആണ്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഓക്കെ അവർ ഒരേ കൈൻഡ് ഓഫ് ക്വാണ്ടിറ്റീസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ആക്ച്വലി ആ നെയിം തന്നെ വന്നത്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, ഇതൊരു ജനറൽ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അതൊരു മെക്കാനിക്കൽ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ആക്ച്വലി എനിക്ക് വേണ്ട ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഓക്കെ, ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് ബേസിക്കലി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, റൈറ്റ്. സോ അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ, ദ ചോയ്സ് ഈസ് നോട്ട് യൂണീക്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ സിസ്റ്റം കൂടെ വേണേൽ നോക്കാം, അതായത് 2 പാർട്ടിക്കിൾ സിസ്റ്റം. ഓക്കെ, റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം എനിക്ക് ഈ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഏതൊക്കെ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാന്ന്. ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഡംബൽ സിസ്റ്റം. ഒരു പാർട്ടിക്കിലൂടെ മറ്റേ പാർട്ടിക്കിലൂടെ ഈ ഡിസ്റ്റൻസ് ഫിക്സഡ് ആണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം, എനിക്ക് ഇതിന്റെ കോൺഫിഗറേഷൻ എക്സാക്ട് ആയിട്ട് ഫിക്സ് ചെയ്യാൻ ഓക്കെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിന്റെ 3 കോർഡിനേറ്റ് ഞാൻ ഫിക്സ് ചെയ്യാം. ക്ലിയർ? ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ യൂണിറ്റ് വെക്ടർ, ആ യൂണിറ്റ് വെക്ടറിന്റെ 2 കമ്പോണൻസ് അത് രണ്ടും ഫിക്സ് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ ഇപ്പൊ 5 നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ട്. അതിൽ 3 എണ്ണം ഇതിന്റെ കോർഡിനേറ്റ് ആണ്, 2 എണ്ണം ഈ യൂണിറ്റ് വെക്ടറിന്റെ 2 കമ്പോണൻസ് ആണ്. സോ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 5 നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അതാണ് ആക്ച്വലി ഈ സിസ്റ്റത്തിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. വേറെയും ചോയ്സസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഞാനിപ്പോ ഇതിനെ ഫിക്സ് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷനെ ഞാൻ ഫിക്സ് ചെയ്യുവാണ്. ക്ലിയർ? റൈറ്റ്. സോ എനിക്ക് അതിന് 3 കോർഡിനേറ്റ്സ് വേണം. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് നോക്കേ സെന്റർ ഓഫ് മാസിനെ ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. സോ എനിക്ക് ഇതിനെ പിടിച്ചു നിർത്തണം. അതിനായിട്ട് അഗൈൻ ഞാൻ ഈ പർട്ടിക്കുലർ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, അഗൈൻ ഇവിടുത്തെ കോർഡിനേറ്റ്സ് മുമ്പ് ഈ കോർഡിനേറ്റ്സ് ആയിരുന്നു, പകരം ഞാനിപ്പോൾ ഈ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് വേരിയബിൾസ് ആണ്, അഗൈൻ യൂണിറ്റ് വെക്ടർ. ക്ലിയർ? സോ ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് വേരിയബിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. നമുക്ക് വേറെ രീതിയിലും തിങ്ക് ചെയ്യാം. എങ്ങനെയാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ് ഞാൻ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഞാൻ ഫിക്സ് ചെയ്തു. ഓക്കെ, അതിനെനിക്ക് എത്ര പാരാമീറ്റേഴ്സ് വേണം? 3 പാരാമീറ്റേഴ്സ് വേണം. ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഈ സെന്റർ ഓഫ് മാസിനെ ഒറിജിൻ ആക്കി വെച്ചുകൊണ്ട് ഞാനൊരു സ്ഫിയർ വരയ്ക്കുവാണ്, ഒരു സ്ഫിയർ. ക്ലിയർ? ഓക്കെ, എങ്കിൽ ഈ വെക്ടറിന്റെ ഈ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ ഞാൻ ആ സ്ഫിയറിന്റെ പുറത്തുള്ള ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഞാൻ സ്പെസിഫൈ ചെയ്താൽ മതി. ക്ലിയർ? അതായത് ഈ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്, ലാറ്റിറ്റ്യൂഡ് എത്രയാണ്, ഈ 2 നമ്പറും ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ ഫിക്സഡ് ആണ്. ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ആക്ച്വലി നമുക്ക് ഓൾറെഡി അറിയാം, മറ്റേ 2 ആംഗിൾസിന്റെ മെഷർ ആണ്. ക്ലിയർ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ അത് ഞാൻ യൂസ് ചെയ്ത 3 പാരാമീറ്റർ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് ആണ്, 2 എണ്ണം ആംഗിൾ പാരാമീറ്റേഴ്സ് ആണ്. ക്ലിയർ? ഡിഫറെന്റ് ഡയമെൻഷൻസ് ആയി. ക്ലിയർ? 5 പാരാമീറ്റേഴ്സ്, 5 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, 3 എണ്ണം ബേസിക്കലി കോർഡിനേറ്റ്സ് ആണ്, അതായത് വേണമെങ്കിൽ ലെങ്ത് ആണെന്ന് പറയാം, 2 എണ്ണം ആംഗിൾസ് ആണ്, ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് വേണം, അതാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, എങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന നോഷൻ യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനെ ഞാൻ വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു ഫോമിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ പെൻഡുലം സിസ്റ്റമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം ഈ ഡബിൾ പെൻഡുലം സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ ഞാൻ ഈ 2 ആംഗിൾസും ഫിക്സ് ചെയ്താൽ മതി. ഞാൻ ആംഗിൾസിനാണ് ഞാൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്കിൽ ഞാൻ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ ഫിക്സ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ആക്സിസ് വരയ്ക്കുകയാണ്. ഓക്കെ, റൈറ്റ്. ഇതൊരു ആക്സിസ്, ഇത് വേറൊരു ആക്സിസ്. ആൻഡ് ഈ ആക്സിസിൽ ഞാൻ ആദ്യത്തെ ആംഗിൾ θ1, ഇതിൽ രണ്ടാമത്തെ ആംഗിൾ. ഓക്കെ, റൈറ്റ്. അതായത് ഒന്നാമത്തെ പെൻഡുലം ഡിഫറെന്റ് ആംഗിൾസ് നിൽക്കും. ആ ആംഗിൾസിനെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ബേസിക്കലി ഈ ലൈനിലാണ്. ആൻഡ് രണ്ടാമത്തെ പെൻഡുലം ഡിഫറെന്റ് ആംഗിൾസ് നിൽക്കും. ആൻഡ് ആംഗിൾസിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ലൈനിലാണ്. എങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ് എന്റെ ഈ ഡബിൾ പെൻഡുലം സപ്പോസ് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ നിൽക്കുകയാണ്. അതായത് നമ്മുടെ θ1 സപ്പോസ് 25 ഡിഗ്രി ആൻഡ് θ2 35 ഡിഗ്രി. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പർട്ടിക്കുലർ കോൺഫിഗറേഷനെ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇപ്പൊ വരച്ച ഈ ഒരു പ്ലെയിനകത്തുള്ള ഒരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു എന്റെ θ1, ഓക്കെ, എന്റെ θ1 ഞാനിപ്പോ പറഞ്ഞത് 25 ഡിഗ്രീസ് എന്നും θ2 ഞാനിപ്പോ സ്പെസിഫൈ ചെയ്തത് 35 എന്നാ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, എനിക്ക് ഇവിടെ നിന്ന് 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇതാണെന്ന് കരുതുക. ഓക്കെ, ആൻഡ് 35 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇതാണെന്ന് കരുതുക എന്ന് വെച്ചാൽ ഈ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ ആണ്. ആ കോൺഫിഗറേഷൻ എന്ന ഇൻഫർമേഷൻ ആക്ച്വലി ഇതാ ഈ പോയിന്റിനകത്തുണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിപ്പോ ഈ പെൻഡിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്, ഇപ്പൊ 25 35 ആണ്. ഓക്കെ, സപ്പോസ് ഞാൻ ഈ രണ്ട് പാർട്ടിക്കിൾസിന്റെ പുറത്തും ചില പർട്ടിക്കുലർ വെലോസിറ്റി കൊടുത്തു ആൻഡ് ഞാൻ വിടുവാണ് എങ്കിൽ നമുക്കറിയാം ഈ സിസ്റ്റം ഇവോൾവ് ചെയ്യും. ബിക്കോസ് ചിലപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു ആൻഡ് അവനെ ഇങ്ങോട്ട് പുഷ് ചെയ്യുവാണെങ്കിൽ ഈ സിസ്റ്റം സ്ലൈറ്റ്ലി ഇത് ഇങ്ങനെ പോകും. അതായത് ഈ ആംഗിൾ കുറച്ച് കൂടും ആൻഡ് ഈ ആംഗിൾ കുറച്ച് കുറയും. അതായത് അതിന്റെ സ്റ്റേറ്റ് മാറി. ഓക്കെ, എങ്കിൽ ആഫ്റ്റർ സം ഇൻഫിനിറ്റസിമൽ ടൈം അതിന് പുതിയ സ്റ്റേറ്റ് ഉണ്ടായി. ആ പുതിയ സ്റ്റേറ്റിന് എനിക്ക് എന്ത് ചെയ്യാം, മറ്റൊരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ? ആൻഡ് ടൈം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റം ഡിഫറെന്റ് കോൺഫിഗറേഷനിൽ കൂടെ കടന്നു പോകും. ക്ലിയർ? ആ ഓരോ കോൺഫിഗറേഷനെയും എനിക്ക് ഇതിനകത്തുള്ള ഓരോ പോയിന്റ്സ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ? അങ്ങനെ ഇവിടെയുള്ള എല്ലാ ടൈമിലെയും കോൺഫിഗറേഷൻ എനിക്ക് എക്സാക്ട്ലി ഒബ്സർവ് ചെയ്യാമെങ്കിൽ എല്ലാത്തിനും എനിക്ക് ഇതിനകത്തുള്ള പോയിന്റ്സ് ആയിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ദാറ്റ് എനിക്കൊരു പർട്ടിക്കുലർ കർവ് കിട്ടും. ഇനി എന്താണ് ഈ കർവ് എന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക. ഈ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന മെക്കാനിക്കൽ സിസ്റ്റം, ഓക്കെ, ആ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റത്തിന് ചേഞ്ചസ് ഉണ്ടായത്, അതിന്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ആക്ച്വലി നമ്മുടെ ഈ കർവിനകത്തുണ്ട്. ക്ലിയർ? സോ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു, നമ്മൾ പുതിയ ഡെഫിനിഷൻസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. മുമ്പായിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഫസ്റ്റ് ഇത് ഇങ്ങനെ ഇരിക്കുന്നു ആൻഡ് ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഓക്കെ, റൈറ്റ്. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മാത്തമെറ്റിക്കലി ഡൂവബിൾ ആയിട്ടുള്ള, ഓക്കെ, ഒരു ഫോമിൽ, അതായത് ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ആൻഡ് ആ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ആക്സിസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ്, അതിനകത്തുള്ള കർവ് ആയിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, അതായത് നമുക്ക് മനസ്സിലായി ഒരു സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷൻ നമ്മുടെ ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വേരിയബിൾ ആയിട്ട് വരുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്തുള്ള ഒരു കർവാണ്. ക്ലിയർ? ഓക്കെ, ആക്ച്വലി നമ്മൾ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ, അതായത് നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വേരിയബിൾസ് ആയിട്ട് വരുന്ന ഈ കോർഡിനേറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺഫിഗറേഷൻ സ്പേസ്. ഓക്കെ, റൈറ്റ്. അതായത് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് വെച്ചാൽ എനിക്ക് പറയാം ഏതൊരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെയും കോൺഫിഗറേഷൻ നമ്മുടെ കോൺഫിഗറേഷൻ സ്പേസിലെ ഒരു പോയിന്റ് ആണ്. ആൻഡ് മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ എവല്യൂഷൻ കോൺഫിഗറേഷൻ സ്പേസിലെ ഒരു കർവാണ്. ക്ലിയർ? ഓക്കെ, എങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ നോക്കാം. സപ്പോസ് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്. ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ സ്പേസിലെ ഇപ്പോഴത്തെ പൊസിഷനാണ് ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇത്. ഓക്കെ, ഈ പൊസിഷൻ. ക്ലിയർ? ഓക്കെ, ആൻഡ് ഞാൻ ഒരു പർട്ടിക്കുലർ ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഈ സിസ്റ്റത്തിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. സോ ദാറ്റ് ആ സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നു ആൻഡ് ആ സിസ്റ്റം ഇവോൾവ് ചെയ്ത ട്രജക്ടറിയാണ് ബേസിക്കലി ഇത്. ഓക്കെ, എങ്ങനെ എൻ്റെ ക്വസ്റ്റ്യൻ, സപ്പോസ് ഞാൻ ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിനെ ഞാൻ ഇനീഷ്യലി ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് ഞാൻ എല്ലാ പാർട്ടിക്കിൾസിനെയും ഞാൻ റിലീസ് ചെയ്തത്. അതിന് പകരം ഞാൻ വെലോസിറ്റീസ് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്തെന്ന് വെച്ചു. റൈറ്റ്, വെലോസിറ്റീസ് ഞാൻ സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്തു. എനിക്കറിയേണ്ടത് ഈ കോൺഫിഗറേഷൻ പാത്തിലെ ട്രജക്ടറിയിൽ എന്ത് വ്യത്യാസമായിരിക്കും വരുന്നതെന്ന്. ഓക്കെ, റൈറ്റ്. കംപ്ലീറ്റ്ലി മാത്തമെറ്റിക്കലി നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ തിയറി ബിൽഡ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. അതായത് സപ്പോസ് ഞാൻ ഉണ്ടാക്കിയ വെലോസിറ്റി ചേഞ്ചസ് വളരെ ചെറുതാണെങ്കിൽ നോക്കുക, ഇനിഷ്യലി കോൺഫിഗറേഷൻ സ്പേസിൽ എന്റെ പൊസിഷൻ സെയിം ആണ്, പക്ഷെ ഞാൻ വെലോസിറ്റീസ് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇവിടെ ഇരുന്ന സ്റ്റേറ്റ്, അതായത് കോൺഫിഗറേഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയെങ്കിൽ, ഓക്കെ, ഇനി ആക്ച്വലി ഇങ്ങോട്ടായിരിക്കത്തില്ല പോകുന്നത്, അതിന് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ടാവും. ക്ലിയർ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഇനീഷ്യൽ വെലോസിറ്റീസ് സ്ലൈറ്റ് ആയിട്ട് വേരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഈ കോൺഫിഗറേഷൻ സ്പേസിലെ സിസ്റ്റത്തിന്റെ എവല്യൂഷനിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അത് ഇങ്ങനെ സ്ലൈറ്റ്ലി ഇങ്ങനെയൊക്കെ വേരി ചെയ്യും. ഓക്കെ, അതൊരു ഇതിനോട് അടുത്ത വേറൊരു കർവ് ആയിരിക്കും. ഓക്കെ, ടൈം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് വേരി ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത്, ഓക്കെ, ഞാൻ ഇത് സഫീഷ്യൻ്റ്ലി
ഒരു സ്മോളർ ടൈം ഇന്റർവെൽസിലൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ വലിയ വ്യത്യാസം കാണില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു വളരെ അടുത്ത രീതിയിലായിരിക്കും ആക്ച്വലി വേരി ചെയ്യുന്നത്, പ്രൊവൈഡഡ് ഞാൻ വളരെ ഇൻഫിനിറ്റസ്മൽ സ്മോൾ ചേഞ്ച് ഓഫ് വെലോസിറ്റീസ് ആണ് ഞാൻ ഇതിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നെങ്കിലെന്ന്. ഓക്കെ, എങ്കിൽ അടുത്തൊരു നോഷനാണ് എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ്. എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതും നമ്മുടെ ഇതേ കോൺഫിഗറേഷൻ സ്പേസ് തന്നെയാണ്, പക്ഷേ എക്സ്ട്രാ ഒരു ആക്സസും കൂടെ ഉണ്ട്, അതാണ് ടൈം ആക്സസ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, റൈറ്റ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺഫിഗറേഷൻ സ്പേസ്, അതായത് θ1 θ2. ക്ലിയർ? ആൻഡ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പാർട്ടിക്കിളിന്റെ കോൺഫിഗറേഷൻ സ്പേസിലെ ട്രജക്ടറി ഇതായിരുന്നു. എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ ടൈം കൂടെ ഒരു പാരാമീറ്റർ ആയിട്ട് വരും. അതായത് ടൈം ഇപ്പൊ ഞാനിപ്പോ ഈ നമ്മുടെ ഈ വരയ്ക്കുന്ന സാധനത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ടൈം ആക്സസ് ഉണ്ട്. ഓക്കെ, അതായത് ടൈം ആക്സസ് ബേസിക്കലി ഇതാ ഇങ്ങനെ നിൽക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസിൽ ഈ പാർട്ടിക്കിളിന്റെ ട്രജക്ടറി എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പ്ലെയിനിൽ ഇങ്ങനെ ഡ്രോ ചെയ്തെങ്കിൽ നമുക്കറിയാം ഈ പ്ലെയിനിലെ ഓരോ പോയിന്റ്സും ടൈം ആക്സസിലെ ഓരോ പോയിന്റിൽ ആക്ച്വലി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവ് ആക്ച്വലി ഇങ്ങനെയായിരിക്കും പോകുന്നത്. ക്ലിയർ? ഓക്കെ, റൈറ്റ്. നമ്മൾ പുതിയൊരു മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ നമ്മൾ ഉണ്ടാക്കിയതാ. സോ നമുക്ക് മനസ്സിലായി ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനെ എനിക്ക് കോൺഫിഗറേഷൻ സ്പേസിൽ ഒരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ആൻഡ് ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷൻ കോൺഫിഗറേഷൻ സ്പേസിൽ ഒരു കർവ് ആണ്. ആൻഡ് നമ്മൾ കുറച്ചും കൂടെ ജനറൽ ആയിട്ട് ഒരു ഒബ്ജക്ട് ഉണ്ടാക്കി, അതാണ് ആക്ച്വലി എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ്. എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്ട്രാ ഒരു ആക്സസും കൂടെ ഉണ്ട്, അതാണ് ബേസിക്കലി ടൈം ആക്സസ്. ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ബിക്കോസ് ടൈം എവല്യൂഷൻ എനിക്ക് എന്ത് ചെയ്യാം, ആ ടൈം ആക്സസിലെ ഓരോ പോയിന്റ്സ് ആയിട്ട് എനിക്ക് ട്രാക്ക് ചെയ്യാം. ഓക്കെ, ആക്ച്വലി അത് ഉണ്ടാക്കിയ ഒരു പർപ്പസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മളൊരു പ്രിൻസിപ്പിൾ ലേൺ ചെയ്യും. അതിന്റെ ആ പ്രിൻസിപ്പിൾ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസിന്റെ ഒരു സ്ട്രക്ചറിൽ നിന്നിട്ടാണ് ഞാൻ. സോ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ആ സാധനം ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിപ്പോ ഈ കോൺഫിഗറേഷൻ സ്പേസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആണ്, അതായത് ഡബിൾ പെൻഡുലത്തിന്റെ കേസാണ്. അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് ആക്സസ് കൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി അതിന്റെ സ്പേസിനെ കോൺഫിഗറേഷൻ എനിക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റിയത്. അതിന് പകരം സപ്പോസ് ഞാൻ ഈ സിസ്റ്റത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ, റൈറ്റ്, ഇതിന് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ട്, അതായത് 5 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വേണം. അതായത് ഇതിന്റെ സ്റ്റേറ്റിനെ എനിക്കൊരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ, റൈറ്റ്, എന്റെ കോൺഫിഗറേഷൻ സ്പേസ് എത്ര ഡയമെൻഷൻ ആയിരിക്കണം? 5 ഡയമെൻഷൻ ആയിരിക്കണം. ഓക്കെ, 5 ഡയമെൻഷൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, പക്ഷെ മാത്തമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് എൻ്റെ 5 ഇൻഡിപെൻഡന്റ് ഡയറക്ഷൻസ് വേണം, ആൻഡ് ആ 5 ഡയമെൻഷൻ സ്പേസിൽ ഒരു പോയിന്റ് ആണ് ബേസിക്കലി ഈ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ്, ആൻഡ് ആ 5 ഡയമെൻഷൻ സ്പേസിലെ കർവ് ആണ് ഈ സിസ്റ്റത്തിന്റെ എവല്യൂഷൻ. ക്ലിയർ? ഓക്കെ, ഇതിന്റെ എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ 6 ഡയമെൻഷൻ ആണ്, ബിക്കോസ് എക്സ്ട്രാ ടൈം ആക്സസും കൂടെ വരും. ഓക്കെ, റൈറ്റ്. സോ അതായത് സിസ്റ്റം മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ് ആകുന്നതിനനുസരിച്ച് എന്റെ കോൺഫിഗറേഷൻ സ്പേസിന്റെ ഡയമെൻഷനും കൂടും. ഞാൻ ഓൾറെഡി പറഞ്ഞു, സപ്പോസ് എന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n നമ്പർ ഓഫ് ഫ്രീ പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഓരോ പാർട്ടിക്കിളിനും 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് 3n നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, സപ്പോസ് ആ എന്നിന്റെ വാല്യൂ 100 ആണെന്ന് കരുതുക. അപ്പൊ 3 ടൈംസ് n എന്ന് പറഞ്ഞാൽ 300 ആണ്. എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിന് എനിക്കൊരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. പക്ഷെ ഞാൻ അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ഡയമെൻഷൻ സ്പേസിൽ ഒരു പോയിന്റ് ആണ്. റൈറ്റ്. ആൻഡ് ആ സിസ്റ്റത്തിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 300 ഡയമെൻഷൻ സ്പേസിലെ ഒരു കർവ് ആണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, സോ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു, ഞാൻ ബെറ്റർ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ എവല്യൂഷനെയും മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനെയൊക്കെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. അതായത് മാത്തമെറ്റിക്കലി ഡൂവബിൾ ആയിട്ടുള്ള ഫോമിൽ എഴുതാൻ പറ്റി. റൈറ്റ്. സോ ഞാൻ ഇനിയും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന അടുത്ത ഡെഫിനിഷൻ ആണ് ജനറലൈസ്ഡ് വെലോസിറ്റി. ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്. ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ്, ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സപ്പോസ് എസ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളതെന്ന് കരുതുക. എങ്കിൽ നമുക്കറിയാം എസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് വേണം. അതായത് എന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറൽ Q1, Q2 എക്സെട്ര ടു QS. ഓക്കെ, റൈറ്റ്. എങ്കിൽ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാ. ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, d/dt ഓഫ് QI. ഇതാണ് ബേസിക്കലി ജനറലൈസ്ഡ് വെലോസിറ്റി. ഓക്കെ, ക്ലിയർ? എന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് ഡെഫിനിഷൻ പോലെയാണ്. ഓക്കെ, അതായത് നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഈ കേസിൽ എസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വേണം. അതായത് എസ് നമ്പർ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ട്. ഓരോ കോർഡിനേറ്റ്സിനും എനിക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഇവിടെ എസ് നമ്പർ ഓഫ് ജനറലൈസ്ഡ് വെലോസിറ്റീസ് ഉണ്ട്.
ക്ലിയർ. അപ്പൊ എനിക്ക് ഇനി വേണ്ടത് ജനറലൈസ്ഡ് വെലോസിറ്റിക്ക് കുറച്ച് എക്സ്പ്രഷൻസ് വേണം. സോ ഞാനപ്പോൾ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോവാ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ. ഓക്കെ, നമുക്ക് തിങ്ക് ചെയ്യാൻ ഈസി ആക്കാനായിട്ട് ഞാൻ ഡബിൾ പെൻഡുലത്തിന്റെ കോണ്ടെക്സ്റ്റ് പറയും, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ആക്ച്വലി ജനറൽ ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, സപ്പോസ് എന്റെ ഈ ഡബിൾ പെൻഡുലം ഉണ്ട്. എനിക്ക് ഡബിൾ പെൻഡുലത്തിന്റെ ഈ കോൺഫിഗറേഷൻ എനിക്ക് എക്സാക്ട് ആയിട്ട് ഫിക്സ് ചെയ്യണം. നമുക്കറിയാം ഞാൻ ഈ θ1 θ2, അതായത് നമ്മുടെ പുതിയ ലാംഗ്വേജിൽ Q1 Q2 ഇത് രണ്ടും അറിയാമെങ്കിൽ എനിക്ക് ഇതിന്റെ കോൺഫിഗറേഷനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യാം. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം, അതായത് പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആക്ച്വലി ഈ രണ്ട് പാർട്ടിക്കിളിനെയും എക്സാക്ട്ലി ഫിക്സ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഇമാജിൻ ചെയ്യുക, ഞാൻ ഈ രണ്ട് പൊസിഷൻ വെക്ടേഴ്സും പറഞ്ഞാൽ മതി. ഓക്കെ, റൈറ്റ്. അതായത് ഞാൻ ഈ R1ഉം R2ഉം ഇത് രണ്ടും സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കോൺഫിഗറേഷൻ ഫിക്സഡ് ആണ്. ക്ലിയർ. നമുക്ക് ഓൾറെഡി അറിയാം ഞാൻ Q1ഉം Q2ഉം ഫിക്സ് ചെയ്താലും കോൺഫിഗറേഷൻ ഫിക്സഡ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് പറയാം, എനിക്ക് Q1നെയും Q2നെയും എനിക്ക് ഈ R1ന്റെയും R2ന്റെയും ടേമിൽ എനിക്ക് എഴുതാൻ പറ്റും. ബിക്കോസ് വൺസ് ഞാൻ R1ഉം R2ഉം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ Q1ഉം Q2ഉം ഫിക്സഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് Q1നെയും Q2നെയും R1ന്റെയും R2ന്റെയും ഫംഗ്ഷൻ ആയിട്ട് എനിക്ക് ഇൻ ജനറൽ എഴുതാം. ക്ലിയർ. എങ്കിൽ തിങ്ക് ചെയ്യുക, സപ്പോസ് എന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ ഒരുപാട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിന്റെ എല്ലാത്തിന്റെയും പൊസിഷൻ വെക്ടേഴ്സ് എനിക്കറിയാം. എങ്കിൽ ഈ സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ച് സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വേണമല്ലോ. ഇതിനകത്തുള്ള ഓരോ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെയും എനിക്ക് ഇവിടെയുള്ള ഓരോ പൊസിഷൻ വെക്ടേഴ്സിന്റെയും ടേംസിൽ എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം എന്റെ ഒന്നാമത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, അതായത് ഈ Q1. എനിക്ക് Q1നെ എനിക്ക് എല്ലാ പാർട്ടിക്കിൾസിന്റെയും പൊസിഷൻ വെക്ടർ, അതായത് Q1 is a function of R1, R2, etc. ഓക്കെ, സപ്പോസ് അവിടെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഓക്കെ അപ് ടു Rn. ക്ലിയർ. സിമിലർലി എനിക്ക് Q2 രണ്ടാമത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെയും എനിക്ക് R1, R2, etc. Rn, etc. അവിടെ s നമ്പർ ഓഫ് ഉണ്ട്. ഓക്കെ, അതായത് QS is a function of R1, R2, etc. to Rn. ഓക്കെ, റൈറ്റ്. ഇതിനിടയ്ക്ക് ഞാനൊരു ആർബിട്രറി വേരിയബിൾ ഞാൻ ചൂസ് ചെയ്യുവാണ്. ഞാൻ ആ വേരിയബിളിനെ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഓക്കെ K. റൈറ്റ്. ഓക്കെ, K. എങ്കിലും എനിക്ക് എഴുതാം QK. റൈറ്റ്, QK ഈക്വൽ ടു R1, R2, etc. to Rn. ഓക്കെ, K എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള ഒരു ആർബിട്രറി വേരിയബിൾ ആണ്. അതായത് Kയുടെ വാല്യൂ 1 ആവുമ്പോൾ Q1, Kന്റെ വാല്യൂ 2 ആവുമ്പോൾ Q2, എക്സെട്ര. Qന്റെ വാല്യൂ S ആവുമ്പോൾ QS. ഓക്കെ, റൈറ്റ്. സോ അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസിന്റെയും ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ എനിക്ക് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെയും പൊസിഷൻ വെക്ടറിന്റെ തമ്മിൽ എഴുതാം. ഓക്കെ, എങ്കിൽ എനിക്ക് ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ആണ്, dQ/dt ആണ്. സോ എനിക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ആണ്, അതായത് ന്യൂട്ടൺ ആണ് ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ, എൻ്റെ ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിനെ ഞാൻ ഒരു പ്രാവശ്യം ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ ആ വേരിയബിളിന്റെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടാൽ മതി. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 2 ഡോട്ട് ഇടണം. ഓക്കെ, 3 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഈ സ്ട്രക്ചർ അനുസരിച്ച് 3 ഡോട്ട് ഇടണം, പക്ഷെ ആൾക്കാരും 3 ഡോട്ട് ഇടാറില്ല. ബിക്കോസ് ആഫ്റ്റർ 2 ഇതൊരു ബാഡ് നൊട്ടേഷൻ ആണ്. ഓക്കെ, ആൻഡ് മെക്കാനിക്സിനകത്ത് യൂഷ്വലി നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഈ നമ്പർ ഓഫ് ഡോട്ട്സ് അപ് ടു 2 വരെ പലപ്പോഴും വരത്തുള്ളൂ. അതിനേക്കാളും കൂടുതൽ പലപ്പോഴും വരാറില്ല. സോ ആ സെൻസിലാണ് ഇറ്റ്സ് എ ഗുഡ് നൊട്ടേഷൻ. ഓക്കെ, അതായത് എനിക്ക് ഈ സാധനത്തിന് എനിക്ക് എങ്ങനെ എഴുതാം, Q ഡോട്ട് QI ഡോട്ട്. ക്ലിയർ. ഓക്കെ, എങ്കിൽ എനിക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ജനറലൈസ്ഡ് വെലോസിറ്റി ഓഫ് QK, അതായത് ഇവിടുത്തെ kth വേരിയബിളിന്റെ ജനറലൈസ്ഡ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ എനിക്കറിയാം. സോ നമ്മൾ തുടക്കമായതുകൊണ്ട് ഞാനത് ഫുള്ളി എഴുതാം. അതെനിക്ക് d/dt ഓഫ് QK എനിക്കിതാ വേണ്ടത്. നമുക്ക് ആലോചിച്ച് നോക്കാം ഇതിനെ എങ്ങനെ എഴുതേണ്ടതെന്ന്. സിമ്പിൾ. ഇതാണ് QK. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഈ Q കണ്ടോ, R1നെ R2നെ എക്സെട്ര Rn നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം ചെയിൻ റൂൾ. ഓക്കെ, അതായത് ഈ QK ഡിപ്പെൻഡ് ചെയ്യുന്നത് R1നെ ആണ്. സോ ഞാൻ ആദ്യം QK R1 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് R1നെ T കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് QK R2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, R2നെ T കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സെട്ര. എന്ന് വെച്ചാൽ ഞാൻ ഇതിങ്ങനെയായിരിക്കും എഴുതാൻ പോകുന്നത്. അതായത് ഡോ QK by ഡോ R1 ഡോട്ട്. ഓക്കെ, ബിക്കോസ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, തൽക്കാലം ആ സ്ട്രക്ചർ ഫോളോ ചെയ്യുക. ടൈംസ് ഡോ ഓക്കെ dR1 by dt. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഡോ QK by ഡോ R2 ഡോട്ട്
ഡോ R2 അല്ലെങ്കിൽ dR2 by dt. Okay, right. Etc. up to dou qk by dou Rn times dou Rn by dou t. Okay, right. ഇനി എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന നൊട്ടേഷനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എഴുതാം. ഓക്കെ, അതായത് എനിക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഈ സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്യൂ കെ ഡോട്ട് ആണ്. അതായത് ക്യൂ കെ ഡോട്ട് ഈക്വൽ ടു, ഓക്കെ, ഞാൻ ഈ ഫുൾ ടേമിനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. ഓക്കെ, ഫുൾ ടേമിനെ സിഗ്മ ഐ ഈക്വൽ ടു 1 to n dou qk by dou ri dot dri by dt. ക്ലിയർ? ഓക്കെ, ഇനി ഒരു കാര്യം ആലോചിക്കുക. ബേസിക്കലി ഈ ഡി ആർ ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ith പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടറിന്റെ ടൈം ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഈ സാധനം ബേസിക്കലി ith പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ്. സോ എനിക്ക് അങ്ങനെ എഴുതാം. സോ അതായത് എനിക്ക് മനസ്സിലായി qk dot equal to sigma I equal to 1 to n dou qk by dou ri dot vi, അതായത് ith പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ith കോർഡിനേറ്റ്സിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് വെലോസിറ്റി. ഓക്കെ, ഇവിടെ ഒരു കാര്യം അഗെയിൻ മനസ്സിലാക്കുക. ഈ കെയുടെ വാല്യൂ 1 തൊട്ട് എസ് വരെ റൺ ചെയ്യുന്നുണ്ട്. ക്ലിയർ? അതായത് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും. സോ എനിക്ക് ഒന്നാമത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് വെലോസിറ്റി കിട്ടും. ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തേന് കറസ്പോണ്ടിങ് ഉള്ള ജനറലൈസ്ഡ് വെലോസിറ്റി. അങ്ങനെ അപ് ടു എസ് വരെ ഈ കെയിന്റെ വാല്യൂ റൺ ചെയ്യും. ആൻഡ് ഇവിടുത്തെ സമ്മേഷൻ റൺ ചെയ്യുന്നത് ഐ ഈക്വൽ ടു 1 to n വരെയാണ്. ക്ലിയർ? സോ ആ സമ്മേഷൻ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഒരു പോയിന്റ് അതാണ് ആക്ച്വലി ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ. സമ്മേഷൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. എവിടെയെങ്കിലും എൻ്റെ ഒരു റിപ്പീറ്റഡ് ഇൻഡെക്സ് ഉണ്ട്, അതായത് ഒരു ഇൻഡെക്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുവാണ്, ആൻഡ് അവിടെ ഒരു സമ്മേഷൻ ഉണ്ട്. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാ, അതായത് ഐൻസ്റ്റൈൻ ഇങ്ങനെ പറയുന്നത്, എവിടെയെങ്കിലും റിപ്പീറ്റഡ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ആൻഡ് അവിടെ ഒരു സമ്മേഷനും കാണുന്നുണ്ടെങ്കിൽ സമ്മേഷൻ എഴുതരുത്. ഓക്കെ, റൈറ്റ്. ആ റിപ്പീറ്റഡ് ഇൻഡെക്സ് കിടക്കുന്നത് ഇറ്റ് സെൽഫ് റെപ്രസെന്റ് ചെയ്യുന്നത് അവിടെ ഒരു സമ്മേഷൻ ഉണ്ട് എന്ന് തന്നെ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിന് ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ക്യൂ കെ ഡോട്ട് ഈക്വൽ ടു, ഈ സമ്മേഷൻ എഴുതരുത്. ഓക്കെ, അതിന് പകരം ഇതിനിങ്ങനെ എഴുതിയാൽ മതി. ക്ലിയർ? ഓക്കെ, എങ്ങനെ അത് മനസ്സിലാക്കുന്നത്? കണ്ടോ, ഇവിടെ ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് റിപ്പീറ്റഡ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഇൻഡെക്സ് വന്നു കഴിഞ്ഞാൽ അവിടെ സമ്മേഷൻ ഉണ്ട് എന്ന് അണ്ടർസ്റ്റുഡ് ആണ്. ആൻഡ് ഐ എവിടെ തൊട്ട് ഏതുവരെ റൺ ചെയ്യുന്നത്? 1 തൊട്ട് n വരെ. അത് നമുക്കറിയാലോ, അത് മനസ്സിൽ വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, അതായത് ഐന്റെ വാല്യൂ റൺ ചെയ്യുന്നത് 1 തൊട്ട് n വരെയാണെന്ന്. ക്ലിയർ? സമ്മേഷൻ സൈൻ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കേണ്ട. നമുക്ക് ആക്ച്വലി മുന്നോട്ട് നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ സമ്മേഷൻ സൈൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻസിനെ നമുക്ക് ഒരുപാട് സിമ്പിൾ ആക്കി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ഈ കൺവെൻഷൻ വളരെ യൂസ്ഫുൾ ആണ് ആൻഡ് വളരെ പവർഫുൾ ആണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സമ്മേഷൻ കൺവെൻഷനെ പറ്റി മാത്രം കുറെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. റൈറ്റ്, നമുക്ക് ഓൺ ദ ഗോ നമുക്ക് മനസ്സിലാവും. ആൻഡ് കോംപ്ലിക്കേഷൻസ് വരുന്ന പോയിന്റിൽ ഞാൻ അത് സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയാം. ഓക്കെ, തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക, ഒരു ഇൻഡെക്സ് റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അവിടെ സമ്മേഷൻ ഓൾറെഡി ഉണ്ട്. സോ സമ്മേഷൻ സിമ്പിൾ ഇടണ്ട. ആൻഡ് സമ്മേഷൻ എവിടെ തൊട്ട് ഏതുവരെയാണ് റൺ ചെയ്യുന്നതെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുക. ഇറ്റ്സ് വർക്ക്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഞാൻ ത്രൂ ഔട്ട് ഞാൻ എല്ലായിടത്തും സമ്മേഷൻ കൺവെൻഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ എക്സ്പ്ലിസിറ്റ്ലി എല്ലായിടത്തും സമ്മേഷൻ എന്ന് എഴുതില്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ഇവിടെ ആക്ച്വലി ഇത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. ഓക്കെ, എന്തുവാണ് ഈ ഒബ്ജക്റ്റ്? അതായത് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എ വെക്ടർ, അതെന്താ? ഓക്കെ, റൈറ്റ്. സാധാരണ രീതിയിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെൻസിബിൾ അല്ലാത്തൊരു ഒബ്ജക്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി അത് ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, അതായത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് വിത്ത് റെസ്പെക്ട് ടു ആർ, അതാണിത്. ക്ലിയർ? ആൻഡ് നമ്മളിത് ഡോട്ട് ചെയ്തേക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് എൻ്റെ ഈ ആർ ഐയുടെ കമ്പോണൻസ്, ഓക്കെ, എക്സ് ഐ വൈ ഐ ഇസഡ് ഐ ആണ് എന്നുണ്ടെങ്കിൽ ഈ ടേം എസെൻഷ്യലി റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ഈ ടേം എസെൻഷ്യലി റെപ്രസെന്റ് ചെയ്യുന്നത് ഡോ ക്യൂ കെ ബൈ ഡോ എക്സ് ഐ, ഓക്കെ, ഐ പ്ലസ് ഡോ ക്യൂ കെ ബൈ ഡോ വൈ ഐ പ്ലസ്
ഡോ ക്യു കെ ബൈ ഡോ ഇസഡ് ഐ. അതാണ് ബേസിക്കലി ഈ ടേം റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്തുവാണ്, ഗ്രേഡിയന്റ് ആണ്. അതായത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് വിത്ത് റെസ്പെക്ട് ടു ആർ ഐ, ഓക്കെ, ഡോട്ട് ടൈംസ് ക്യു കെ. അതാണ് ബേസിക്കലി ഈ ഒബ്ജക്റ്റ്. ക്ലിയർ? ഓക്കെ, സോ അതൊരു ഷോർട്ട് ഹാൻഡ് ആണ്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇത് ഒരു ആക്ച്വലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നൊട്ടേഷൻ ആണ്. സോ അതുകൊണ്ട് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഇത് വളരെ നാച്ചുറൽ ആണ് ഇങ്ങനെ എഴുതാൻ. ഓക്കെ, വൺസ് നമ്മൾ ഈ ഗ്രേഡിയന്റ് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സ് ഒക്കെ ഓൾമോസ്റ്റ് ഈ സ്ട്രക്ചറിനകത്ത് വർക്ക് ആവും. പക്ഷേ സ്റ്റിൽ അറിഞ്ഞിരിക്കുക ഇത് ബേസിക്കലി ഗ്രേഡിയന്റ് ആണ്, ആൻഡ് ഗ്രേഡിയന്റ് വിത്ത് റെസ്പെക്ട് ടു ആർ ഐ. ഓക്കെ, അപ്പോൾ ഇതിന്റെ മീനിങ് എഗെയിൻ ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ആ താഴെയുള്ള വെക്ടറിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വെക്ടറിന്റെ ഓരോ കമ്പോണൻസും കൊണ്ട് മുകളിലത്തെ സാധനത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഐയും ജെയും കെയും ഇടുക. ആൻഡ് കണ്ടോ ഇവിടെ ബേസിക്കലി ഡോട്ട് പ്രോഡക്റ്റ് ആണ് വി ഐ. സോ ഡോട്ട് ചെയ്യുന്ന സമയത്ത് ഓരോന്നും കമ്പോണൻസ് വരും, യൂഷ്വൽ ഡോട്ട് പ്രോഡക്റ്റ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, റൈറ്റ്. സോ അപ്പൊ എനിക്കിപ്പോ എന്തായാലും ജനറലൈസ്ഡ് വെലോസിറ്റിക്ക് എനിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. അതാണ് ബേസിക്കലി ക്യു കെ ഡോട്ട് ഈക്വൽ ടു ബൈ ഡോ ആർ ഐ ഡോട്ട് വി ഐ. ഇതാണ് ബേസിക്കലി ജനറലൈസ്ഡ് വെലോസിറ്റി. ഓക്കെ, വൺസ് എനിക്ക് ഈ ജനറലൈസ്ഡ് വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇനി തിങ്ക് ചെയ്യാം ഈ ജനറലൈസ്ഡ് വെലോസിറ്റി എസെൻഷ്യലി എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കുക, ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡോ ക്യു കെ ബൈ ഡോ ആർ ഐ. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ ക്യു കെ എല്ലാ ആറിന്റെയും ഫംഗ്ഷൻ ആണ്. ആൻഡ് ഞാനിവിടെ വിത്ത് റെസ്പെക്ട് ടു ആർ ഐയിലെ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെയുള്ള കോർഡിനേറ്റ്സിനെയാണ്. റൈറ്റ്. ആൻഡ് ഞാൻ വി ഐ കൊണ്ട് ഡോട്ട് ചെയ്തേക്കുവാണ്. വി ഐ എന്ന് പറഞ്ഞാൽ എന്തുവാ, എസെൻഷ്യലി അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെയും ആക്ച്വൽ വെലോസിറ്റി. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ഈ ജനറലൈസ്ഡ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ എല്ലാ പാർട്ടിക്കിൾസിന്റെയും കോർഡിനേറ്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് എല്ലാ പാർട്ടിക്കിൾസിന്റെയും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? എന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ പറയാം ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിനകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെയും വെലോസിറ്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ആൻഡ് കോർഡിനേറ്റ്സ് ഒബ്വിയസ്ലി അവിടെ ഉണ്ട്, പക്ഷേ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത് അതിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ്. ബിക്കോസ് കോർഡിനേറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഓൾറെഡി നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ അകത്ത് തന്നെ ഉണ്ട്. ബിക്കോസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആർസിനെയാണ്. സോ അത് ഓൾറെഡി കോർഡിനേറ്റ്സിന്റെ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, സോ ഒരു കൂടെ ഞാൻ സമ്മറൈസ് ചെയ്യാം. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനകത്ത് എന്റെ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസിന്റെയും കോർഡിനേറ്റ്സിന്റെ ഇൻഫർമേഷൻ ഉണ്ട്. സിമിലർലി ജനറലൈസ്ഡ് വെലോസിറ്റിക്ക് അകത്ത് എൻ്റെ ഉള്ള എല്ലാ പാർട്ടിക്കിൾസിന്റെയും വെലോസിറ്റീസിന്റെ ഇൻഫർമേഷനും ഉണ്ട്. ഓക്കെ, സോ അപ്പൊ അതാണ് ബേസിക്കലി ജനറലൈസ്ഡ് വെലോസിറ്റി. ഇതൊരു പുതിയ ഡെഫിനേഷൻ ആണ്, ഇത് യൂസ്ഫുൾ ആണ് മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റൽ ഫാക്ട് ആണ്. ഫാക്ട് എന്ന് പറഞ്ഞത് ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്, ആൻഡ് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ കോൺഫിഗറേഷൻ എനിക്കറിയാം. ഇനിഷ്യൽ കോൺഫിഗറേഷൻ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി അതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസിന്റെയും പൊസിഷൻ എനിക്കറിയാം. ആൻഡ് ഇനിഷ്യലി എല്ലാ പാർട്ടിക്കിൾസിനെയും ഞാനൊരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ റിലീസ് ചെയ്യുമല്ലോ, എനിക്ക് ആ വെലോസിറ്റീസും അറിയാം. അതായത് എനിക്ക് എന്തൊക്കെ അറിയാവുന്നത്, ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ഓൾ പാർട്ടിക്കിൾസ് എനിക്കറിയാം, ആൻഡ് ഇനിഷ്യൽ വെലോസിറ്റീസ് ഓഫ് ഓൾ പാർട്ടിക്കിൾസും എനിക്കറിയാം. എക്സ്പെരിമെന്റൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ രണ്ട് ഇൻഫർമേഷനും എനിക്കറിയാമെങ്കിൽ ഓക്കെ, ആ സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷൻ, അതായത് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റം എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്, അതായത് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് ആ സിസ്റ്റത്തിന്റെ പാത്ത് ഇൻ കോൺഫിഗറേഷൻ സ്പേസ് അത് യുണീക്ലി ഈ രണ്ട് ഇൻഫർമേഷൻ അറിയാമെങ്കിൽ എനിക്ക് സ്പെസിഫൈ ചെയ്യാം. ക്ലിയർ? വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ പൊസിഷനും ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ഓൾ പാർട്ടിക്കിൾസും, ഓക്കെ, ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ഓൾ പാർട്ടിക്കിൾ ആൻഡ് ഇനിഷ്യൽ വെലോസിറ്റീസ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ്, ഈ രണ്ട് ഇൻഫർമേഷൻ അറിയാമെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ, അതായത് ഇത് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യും എന്നത് എനിക്ക് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ് ഈ രണ്ട് ഇൻഫർമേഷനകത്തുനിന്ന്. ഓക്കെ, ഞാനിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യാം ഇത് കറക്റ്റ് ആണെന്നത്. ഓക്കെ, സപ്പോസ് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഓക്കെ, റൈറ്റ്, നമ്മുടെ എർത്ത് ആണ്, ആൻഡ് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. നമുക്കറിയാം ആക്ച്വലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. ഓക്കെ, സപ്പോസ് എൻ്റെ ഒരു കല്ലുണ്ട്. ഈ കല്ല് ഞാനിപ്പോൾ ഇവിടെ വെച്ചേക്കുവാണ്, ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു. നമുക്കറിയാം കല്ല് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. സപ്പോസ് ഞാൻ കുറച്ചും കൂടെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ്, കുറച്ചും കൂടെ മോർ ഹൈറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഈ സാധനത്തിനെ ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത് വേറൊരു സെറ്റ് ഓഫ് വെലോസിറ്റിയിലായിരിക്കും ഇത് താഴോട്ട് വരുന്നത്. ഇത് കാണുമ്പോൾ ഒരേ പാത്തായിട്ട് തോന്നും, പക്ഷെ നമുക്കറിയാം കോൺഫിഗറേഷൻ സ്പേസിൽ ഇതിന്റെ പാത്ത് ആക്ച്വലി സെയിം അല്ല. ഓക്കെ, എന്തുകൊണ്ടാ? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ചും അത് എക്സ്പ്ലെയിൻ ചെയ്തതാ. അതായത് സപ്പോസ് എന്റെ ഇനീഷ്യൽ പാത്ത് ഇതാണെങ്കിൽ
ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ തന്നെ ഡിഫറന്റ് ആയിരുന്നു. ഞാൻ കുറച്ച് മുകളിൽ നിന്നായിട്ട് അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ ഡിഫറന്റ് ആണ് ആൻഡ് വെലോസിറ്റീസ് ഡിഫറന്റ് ആണ്. നമുക്ക് എന്തായാലും അറിയാം വെലോസിറ്റീസ് ഡിഫറന്റ് ആണെങ്കിൽ കണ്ടോ ട്രജക്ടറിയിൽ നമ്മൾ മുമ്പ് തന്നെ കണ്ടു ഡിഫറൻസ് വരുമെന്ന്. അതായത് വേറൊരു ട്രജക്ടറി കൂടെ ആയിരിക്കും പോകുന്നത്. ക്ലിയർ? അതായത് ഈ സ്റ്റോൺ ഞാൻ രണ്ട് ഡിഫറെന്റ് പൊസിഷനിൽ നിന്ന് ഇട്ടപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തു ഇതിന്റെ ട്രജക്ടറി രണ്ടും രണ്ടാണ്. ഇനി സപ്പോസ് ഈ സെയിം സ്റ്റോൺ ഞാനിപ്പോ ഈ പൊസിഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നു, എനിക്കൊരു പർട്ടിക്കുലർ ട്രജക്ടറി ഞാൻ ഒബ്സർവ് ചെയ്തേ, ആൻഡ് ഇതേ സെയിം പൊസിഷനിൽ നിന്ന് ഞാനൊരു ഡിഫറെന്റ് വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്യുക. ബിക്കോസ് ഇനീഷ്യലി ഞാൻ റെസ്റ്റിലായിരുന്നു വിട്ടെ, അതായത് ഡ്രോപ്പ് ചെയ്യുക ചെയ്തേ. ഇനി ഞാനൊരു പർട്ടിക്കുലർ വെലോസിറ്റി, അതായത് ഞാൻ ഇതിനെ ഇങ്ങനെ എറിയുവാണ് എങ്കിൽ നമുക്കറിയാം ഈ സ്റ്റോൺ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. ക്ലിയർ? ആലോചിക്കുക, സെയിം പൊസിഷൻ, ഡിഫറെന്റ് ഇനീഷ്യൽ വെലോസിറ്റി, ഡിഫറെന്റ് ട്രജക്ടറി. ഇനി ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, സപ്പോസ് എൻ്റെ രണ്ട് സ്റ്റോൺസ് ഉണ്ട്, രണ്ട് സ്റ്റോൺസിനെ എക്സാക്ട്ലി ഒരേ പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരേ ഇനീഷ്യൽ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്താൽ രണ്ടുപേരും ഒരേ ട്രജക്ടറി കൂടെ ആയിരിക്കും പോകുന്നത്. എന്ന് വെച്ചാൽ ഇതെന്താ മീൻ ചെയ്യുന്നത്? അതായത് എനിക്ക് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ പൊസിഷനും ഇനീഷ്യൽ വെലോസിറ്റിയും സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രജക്ടറി കംപ്ലീറ്റ്ലി ഫിക്സഡ് ആണ്. അതായത് എന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഈ രണ്ട് ഇൻഫർമേഷനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇപ്പൊ ഇതൊരു എക്സാമ്പിളാണ്, പക്ഷെ ഇൻ ജനറൽ ഇത് ട്രൂ ആണ്. അതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ. അതെന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ക്വസ്റ്റ്യൻ ചെയ്യരുത്, ബിക്കോസ് നേച്ചർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ കോൺഫിഗറേഷനും ഇനിഷ്യൽ വെലോസിറ്റീസ് ഓഫ് ഓൾ പാർട്ടിക്കിൾസും അറിയാമെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ്. ഓക്കെ, നമ്മുടെ നേച്ചർ ഇങ്ങനെയാണ്. ആക്ച്വലി ഇതൊരു പ്രിൻസിപ്പിൾ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പോ എനിക്ക് പറയാം, പക്ഷെ ആക്ച്വലി നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഇൻഫർമേഷനും കൂടെ ചേർത്ത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഉണ്ടാക്കും. ആ പ്രിൻസിപ്പിളിനകത്ത് ഈ ഇൻഫർമേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് ഞാനൊരു പ്രിൻസിപ്പിൾ ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇറ്റ്സ് എ ഫാക്ട്. എക്സ്പെരിമെന്റലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഡബിൾ പെൻഡുലത്തിന്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ സപ്പോസ് എന്റെ ഫസ്റ്റത്തെ ബോബ് സപ്പോസ് ഞാനിപ്പോ ഇവിടെ വെക്കുന്നു, സെക്കൻഡ് ബോബ് ഞാനിപ്പോ ഇവിടെ വെക്കുന്നു, ആൻഡ് ഈ ബോബിന് ഞാനൊരു പർട്ടിക്കുലർ വെലോസിറ്റി പ്രൊജക്ട് ചെയ്തു, ഈ ബോബിന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി പ്രൊജക്ട് ചെയ്തു. നമുക്കറിയാം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഈ സിസ്റ്റം മൂവ് ചെയ്യുന്നത്, റൈറ്റ്? ഓക്കെ, ആൻഡ് അതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു ട്രജക്ടറി നമ്മുടെ കോൺഫിഗറേഷൻ സ്പേസിനകത്തുണ്ട്. നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇൻഫർമേഷൻ മാത്രം മതി. അതായത് ഈ എക്സും ഇതിന്റെ കോർഡിനേറ്റും ഇതിന്റെ കോർഡിനേറ്റും ഇതിന്റെ വെലോസിറ്റിയും ഇതിന്റെ വെലോസിറ്റിയും, ഇത് രണ്ടും മാത്രം മതി കോൺഫിഗറേഷൻ സ്പേസിൽ അതിന്റെ ട്രജക്ടറിനെ യൂണീക്ക് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ. ക്ലിയർ? സോ ദിസ് പ്രിൻസിപ്പിൾ ഈസ് ട്രൂ ഫോർ ഓൾ മെക്കാനിക്കൽ സിസ്റ്റം. ക്ലിയർ? ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാണ്. From experience, we know that once the position velocity of all particles in a system specified at a given instant, the future trajectory or time evolution of the system is uniquely determined. Okay, ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ ഫാക്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ പൊസിഷൻസ് എല്ലാം എനിക്കറിയാമെങ്കിൽ, അതായത് ഇനീഷ്യൽ പൊസിഷൻസ് എല്ലാം എനിക്കറിയാമെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എല്ലാം എനിക്കറിയാം. സിമിലർലി ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ വെലോസിറ്റീസ് എല്ലാം എനിക്കറിയാമെങ്കിൽ ആ സിസ്റ്റത്തിന്റെ എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് വെലോസിറ്റീസും എനിക്കറിയാമെന്നാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇക്വലന്റ്ലി പറയാം ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ പൊസിഷനിലെ, അതായത് അതിന്റെ ഇനിഷ്യൽ കോൺഫിഗറേഷനിലെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ വാല്യൂ, ഇനിഷ്യൽ കോൺഫിഗറേഷനിലെ ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെ വാല്യൂസ്, ഇത് ഇത്രയും എനിക്കറിയാമെങ്കിൽ എനിക്ക് ആ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ, അതായത് സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷൻ എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് എന്ത് ചെയ്യാം? സ്പെസിഫൈ ചെയ്യാം, യൂണീക്ലി എനിക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി ഞാൻ എന്താ പറഞ്ഞേ? എന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ച് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ട്, റൈറ്റ്? ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ജനറലൈസ്ഡ് വെലോസിറ്റീസും ഉണ്ട്. ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യലി, അതായത് t=0 എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ വാല്യൂസും എല്ലാ ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെ വാല്യൂസും ഞാൻ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ സ്പെസിഫൈഡ് ആയി, റൈറ്റ്? അതായത് എനിക്ക് ഈ സിസ്റ്റത്തെ പറ്റിയുള്ള കാര്യം, സിസ്റ്റത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, അതാണ് സിസ്റ്റത്തിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ. വേറെ ഒന്നും ഒരു സിസ്റ്റത്തിൽ റെലവെന്റ് ആയിട്ടില്ല, ബിക്കോസ് ടൈം മാറുന്നതിനനുസരിച്ച് അതിനകത്തുള്ള ഓരോ പാരാമീറ്റേഴ്സും, ഓക്കെ, അതായത് ഓരോ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയാമെങ്കിൽ അതിന്റെ അർത്ഥം ആ സിസ്റ്റത്തെ പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷൻ എനിക്ക് അറിയാവുന്ന, റൈറ്റ്? ഈക്വലന്റ്ലി എനിക്ക് പറയാം, ഓക്കെ, നമ്മുടെ കോൺഫിഗറേഷൻ സ്പേസിലെ ട്രജക്ടറി ഏതാണെന്ന് എനിക്കറിയാമെങ്കിൽ അതിന്റെ അർത്ഥം ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ വാല്യൂസ് എനിക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഇൻസ്റ്റന്റിലും സിസ്റ്റം ഏത് പർട്ടിക്കുലർ കോൺഫിഗറേഷനിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതായത് സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയാം. ഓക്കെ, സോ അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം. അതായത് നമ്മുടെ ട്രജക്ടറി കംപ്ലീറ്റ്ലി അറിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
എനിക്ക് ആ സിസ്റ്റത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ എൻ്റെ ഉണ്ടെന്നാണ്. എന്ന് വെച്ചാൽ എന്റെ മീനിങ് എന്തുവാ? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ ഇനിഷ്യൽ വാല്യൂസും ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെ ഇനിഷ്യൽ വാല്യൂസും അറിയാമെങ്കിൽ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്കൊരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഞാനൊരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഞാൻ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റത്തിന്റെ ലെഗ്രാഞ്ചിയൻ. ഓക്കെ, റൈറ്റ്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, ലെഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഞാൻ എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് എൽ എന്നൊരു സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ഈ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെയും എസ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ജനറലൈസ്ഡ് വെലോസിറ്റീസിനെയാണ്. ഒന്നാലോചിച്ച് നോക്കാം ഈ ഫംഗ്ഷന്റെ ഫീച്ചർ എന്താണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ വാല്യൂസും എല്ലാ ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെ വാല്യൂസും അറ്റ് ആൻ ഇൻസ്റ്റന്റ് എനിക്കറിയാമെങ്കിൽ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ്. അതായത് സിസ്റ്റത്തിന്റെ മുഴുവൻ പ്രോപ്പർട്ടിയും ഈ രണ്ട് ഇൻഫർമേഷനകത്തും ഉണ്ട്. ആൻഡ് ഈ രണ്ട് ഇൻഫർമേഷനും യൂസ് ചെയ്താണ് ഞാൻ ഈ ഫംഗ്ഷൻ ഞാൻ കൺസ്ട്രക്ട് ചെയ്തത്. എങ്കിൽ എനിക്ക് പറയാം ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, അതായത് കംപ്ലീറ്റ് ഡൈനാമിക്കൽ ഇൻഫർമേഷൻ ഈ ഫംഗ്ഷൻ ക്യാരി ചെയ്യുന്നുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് തിങ്ക് ചെയ്യുക. നമുക്ക് ഓൾറെഡി അറിയാം ഒരു സിസ്റ്റത്തിന്റെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റില്, ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വേണമെങ്കിൽ ഇനിഷ്യൽ ഇൻസ്റ്റന്റ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഇൻ ജനറൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ വാല്യൂവും എല്ലാ ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെ വാല്യൂസും എനിക്കറിയാമെങ്കിൽ അതിന്റെ ടൈം എവല്യൂഷൻ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ്. ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷൻ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ്. അല്ലെങ്കിൽ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എനിക്ക് ആ സിസ്റ്റത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ എനിക്കറിയാം. ബിക്കോസ് ആഫ്റ്റർ ദിസ് മച്ച് ടൈം എനിക്കറിയാം ഇന്ന കോർഡിനേറ്റ്സിന്റെ വാല്യൂ ഇന്നതായിരിക്കും, അതായത് സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ ഇന്നതായിരിക്കും. ക്ലിയർ? ഓക്കെ, ആൻഡ് ഞാൻ ഈ ഫംഗ്ഷൻ, അതായത് ഈ ലഗ്രാഞ്ചിയൻ ഓഫ് ദ സിസ്റ്റം, ഈ ഫംഗ്ഷൻ ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്? ആ സിസ്റ്റത്തിന്റെ എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെയും എല്ലാ ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെയും ടേമിലാണ് ഞാൻ ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? എനിക്ക് ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ എനിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതായത് ഇൻ സം മൊമെന്റ്, പർട്ടിക്കുലർ മൊമെന്റിൽ എനിക്ക് ഈ ഫംഗ്ഷൻ എന്താണെന്ന്, ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ ക്യൂസിന്റെയും എല്ലാ ക്യൂ ഡോട്ട്സിന്റെയും വാല്യൂ എനിക്ക് അറിയാവുന്ന ആ ഇൻസ്റ്റന്റിലെ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സിസ്റ്റം യൂണിക്ലി സ്പെസിഫൈഡ് ആണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ഈ ലഗ്രാഞ്ചിന്റെ വാല്യൂ എനിക്ക് അറിയാമെങ്കിൽ അതിന്റെ അർത്ഥം സിസ്റ്റത്തിന്റെ എവല്യൂഷൻ കംപ്ലീറ്റ്ലി ഫിക്സഡ് ആണ്. റൈറ്റ്? അതായത് ആ സിസ്റ്റത്തെ പറ്റിയുള്ള മുഴുവൻ ഇൻഫർമേഷനും ഈ ഫംഗ്ഷനകത്ത് എൻകോഡഡ് ആണ്. ക്ലിയർ? സോ ഞാനിപ്പോ ഒരു പുതിയൊരു ക്വാണ്ടിറ്റി ഞാൻ ഇൻവെന്റ് ചെയ്തു. റൈറ്റ്? ഓക്കെ, ആ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനും, അത് ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ക്യാരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റിയാണ് സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ. ഓക്കെ, ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ അതിനകത്തുള്ള എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെയും ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെയും ഫംഗ്ഷൻ ആണ്. ഓക്കെ, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫംഗ്ഷനെ പറ്റി കുറച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ഓക്കെ, സപ്പോസ് ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്നതിനകത്ത് നോക്കുക, ഈ ജനറൽ ലഗ്രാഞ്ചിയൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇനിഷ്യൽ പൊസിഷൻസിനെയും ഇനിഷ്യൽ വെലോസിറ്റീസിനെയാണ്. എങ്കിൽ സപ്പോസ് എന്റെ ലഗ്രാഞ്ചിയൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. എനിക്കറിയേണ്ടത് എന്താണ് ലഗ്രാഞ്ചിയൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്താ അതിന്റെ മീനിങ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ലഗ്രാഞ്ചിയൻ ഇറ്റ് സെൽഫ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ ഫുൾ ഇൻഫർമേഷൻ ഉള്ള ഒരു ഫംഗ്ഷൻ, അതായത് സിസ്റ്റത്തിന്റെ മുഴുവൻ ഇൻഫർമേഷൻ ഇതിനകത്ത് എൻകോഡഡ് ആണ്. റൈറ്റ്? ആൻഡ് ഈ ലഗ്രാഞ്ചിയൻ ഇറ്റ് സെൽഫ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടെന്നാണ്. ക്ലിയർ? ഓക്കെ, അതായത് ഈ മൊമെന്റിലുള്ള സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ല അടുത്ത മൊമെന്റിൽ, അതായത് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആക്ച്വലി വേരി ചെയ്യുവാണ്. അതായത് എന്റെ മെക്കാനിക്കൽ സിസ്റ്റം തന്നെ ഡിഫറെന്റ് മെക്കാനിക്കൽ സിസ്റ്റംസ് ആകുവാണ് എന്നാണ് എന്റെ മീനിങ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്തുവാ? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. സപ്പോസ് എന്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്, സപ്പോസ് ഈ ഡബിൾ പെൻഡുലം. ഓക്കെ, ജസ്റ്റ് നമുക്ക് തിങ്ക് ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാനായിട്ട് ഈ രണ്ട് പെൻഡുലത്തിന്റെ പുറത്തും ചാർജസ് ഉണ്ട്. ക്ലിയർ? ഓക്കെ, ഞാൻ ഇവരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ആലോചിപ്പിക്കും. എങ്കിൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ രീതിയിൽ ഈ സാധനം മൂവ് ചെയ്യും. ആൻഡ് ഇതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈ ഡബിൾ പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്തുണ്ട്. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ പുറത്ത് വേറൊരു ചാർജ്ഡ് പ്ലേറ്റ് ഞാൻ കൊണ്ടുവച്ചേക്കുവാണ്. എങ്കിൽ നമുക്ക് എന്തായാലും അറിയാം ഈ ചാർജ് പ്ലേറ്റ് ഈ രണ്ട് ബോബ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും, ബിക്കോസ് അതിന്റെ പുറത്ത് ഫോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ചാർജ് പ്ലേറ്റിനെ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുവാണ്. ഓക്കെ, അതായത് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നു, ഞാൻ പല പൊസിഷനിലും ഞാൻ ഈ ചാർജ് പ്ലേറ്റിനെ കൊണ്ടുപോവാണ്. എങ്കിൽ എന്ത് സംഭവിക്കും?
ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ടി ഇസ് ഈക്വൽ ടു 1 അതായത് ഒന്നാമത്തെ സെക്കൻഡിൽ ഈ ചാർജ് പ്ലേറ്റ് ഈ രണ്ട് ബോബ്സിന്റെ പുറത്തും കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് ആയിരിക്കത്തില്ല രണ്ടാമത്തെ സെക്കൻഡിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ്, അതായിരിക്കത്തില്ല മൂന്നാമത്തെ സെക്കൻഡിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ്, അതായിരിക്കത്തില്ല നാലാമത്തെ സെക്കൻഡിൽ. എന്ന് വെച്ചാൽ സപ്പോസ് ഈ ഡബിൾ പെൻഡുലം ഈ ഒരു കോൺഫിഗറേഷനെ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷനിൽ വെക്കുന്നു, ക്ലിയർ, ടി ഇസ് ഈക്വൽ ടു 1 എങ്കിൽ ഈ സിസ്റ്റം ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇവോൾവ് ചെയ്യും. അതുപോലെ ആയിരിക്കത്തില്ല സെയിം ഇനിഷ്യൽ കോൺഫിഗറേഷനിൽ ഞാൻ ടി ഇസ് ഈക്വൽ ടു 2 ഈ സിസ്റ്റത്തിനെ റിലീസ് ചെയ്ത. കാരണം ടി ഇസ് ഈക്വൽ ടു 2 ഈ സിസ്റ്റം ഇതിന്റെ പുറത്ത് കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് അല്ല ടി ഇസ് ഈക്വൽ ടു 1 ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസ്. ടി ഇസ് ഈക്വൽ ടു 3 ഒന്ന് ആലോചിച്ച് ഈ പ്ലേറ്റ് വേറെ ഏതെങ്കിലും ഡിസ്റ്റൻസിലായിരിക്കും, സോ വേറെ ഫോഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സെയിം ഇനിഷ്യൽ സ്റ്റേറ്റിൽ ഈ സിസ്റ്റം വേറെ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഈ സിസ്റ്റം വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എസെൻഷ്യലി അതൊരു വേറൊരു സിസ്റ്റമാണ്. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം എക്സ്പെരിമെന്റലി എന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഫിക്സഡ് ആണെങ്കിൽ അതിന്റെ ടൈം എവല്യൂഷൻ യുണീക്ക് ആയിരിക്കണം. ഓക്കെ, യുണീക്ലി ഡിറ്റർമിൻഡ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ കണ്ടു ടി ഇസ് ഈക്വൽ ടു 1 എവല്യൂഷൻ അല്ല ടി ഇസ് ഈക്വൽ ടു 2 അതല്ല 13. എന്താ വ്യത്യാസം വന്നേ? ഞാനൊരു എക്സ്റ്റേണൽ സിസ്റ്റം ഞാൻ ഇതിന്റെ പുറത്ത് കൊണ്ട് വെക്കുകയാണ്. അതിന്റെ എക്സ്റ്റേണൽ സിസ്റ്റത്തിന് ഇതിന്റെ പുറത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് എക്സ്റ്റേണൽ സിസ്റ്റം ഡിഫറെന്റ് ടൈമിൽ ഇതിന്റെ പുറത്ത് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ദാറ്റ് ആ ടൈമിന്റെ ഫാക്ടർ ഈ ലഗ്രാഞ്ചിനകത്ത് വരും. ബിക്കോസ് ഡിഫറെന്റ് ടൈമിൽ ഈ സിസ്റ്റം ഡിഫറെന്റ് സിസ്റ്റംസ് ആണ്. ക്ലിയർ? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ലഗ്രാഞ്ചിയൻ ടൈമിനെ എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം ആ സിസ്റ്റം എക്സ്റ്റേണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നാണ്. ക്ലിയർ? ഓക്കെ, ലഗ്രാഞ്ചിനകത്ത് ടൈമിന്റെ ഫാക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ക്ലിയർ? ഓക്കെ, അതായത് ഞാൻ ഏത് ടൈം ഇൻസ്റ്റന്റിൽ ടി ഇസ് ഈക്വൽ ടു 0 ടി ഇസ് ഈക്വൽ ടു 1 ടി ഇസ് ഈക്വൽ ടു 33 ഇതിൽ ഏത് ടൈം ഇൻസ്റ്റന്റിൽ ഞാൻ ഈ സിസ്റ്റത്തിനെ സെയിം കോൺഫിഗറേഷൻ റിലീസ് ചെയ്താലും അവർ ഒരുപോലെ ആയിരിക്കും ഇവോൾവ് ചെയ്യുന്നത്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ടി ഇസ് ഈക്വൽ ടു 1 സെയിം സ്റ്റേറ്റിൽ ഈ സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല ടി ഇസ് ഈക്വൽ ടു 33 ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട്. ബിക്കോസ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ലഗ്രാഞ്ചിന്റെ നമുക്ക് മനസ്സിലായ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എനിക്ക് ഡിഫൈൻ ചെയ്യാം അതിനകത്തുണ്ട്. ആൻഡ് ലഗ്രാഞ്ചിയൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ബേസിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണലി ഡ്രിവൺ ആയിട്ടുള്ള, ഓക്കെ റൈറ്റ്, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സിസ്റ്റത്തിനെയാണ്. ഈ ഒരു കാര്യം തിങ്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്, അതിനകത്തുള്ള എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ഇനിഷ്യൽ വാല്യൂസും ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഇനിഷ്യൽ വാല്യൂസും, അതായത് ജനറലൈസ്ഡ് വെലോസിറ്റി അതിന്റെ ഇനിഷ്യൽ വാല്യൂസും എനിക്കറിയാമെങ്കിൽ അതിന്റെ ട്രജക്ടറി യൂണിക്ലി ഫിക്സ്ഡ് ആണ്. ട്രജക്ടറി യൂണിക്ലി ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് ക്യൂ ഓഫ് ടി എനിക്ക് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാം. എനിക്ക് എന്തൊക്കെ അറിഞ്ഞാൽ, എനിക്ക് ക്യൂ ഓഫ് 0 ക്യൂ ഡോട്ട് ഓഫ് 0 എനിക്ക് അറിഞ്ഞാൽ എനിക്ക് ക്യൂ ഓഫ് ടി കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ്. ക്യൂ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടൈം വേരിയതിനനുസരിച്ച് ക്യൂവിന്റെ വേരിയേഷൻ, അതായത് അതിന്റെ ട്രജക്ടറി കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ്. ഇതാണ് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ എക്സ്പെരിമെന്റൽ ഫാക്ട്. ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഇത് മാത്തമാറ്റിക്കലി ഇത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? ഒന്നാലോചിച്ച് നോക്കുക. സപ്പോസ് നിങ്ങളുടെ ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിന്റെ ഇനിഷ്യൽ വാല്യൂ നിങ്ങൾക്കറിയാം ആൻഡ് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഇനിഷ്യൽ വാല്യൂ നിങ്ങൾക്കറിയാം. ഈ രണ്ട് ഇൻഫർമേഷനും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ വേരിയബിളിന്റെ വാല്യൂ യൂണീക്ലി സോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവും ആ വേരിയബിള് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കണം. ബിക്കോസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ആ വേരിയബിൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഞാൻ ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ എനിക്കൊരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും. ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഇനിഷ്യൽ വാല്യൂ ആണ്. റൈറ്റ്, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ വൺ മോർ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും. അത് ബേസിക്കലി അതിന്റെ 0th ഡെറിവേറ്റീവിന്റെ, അതായത് ആ ഫംഗ്ഷന്റെ ഇനിഷ്യൽ വാല്യൂസ് ആണ്. അതായത് ഈ രണ്ട് ഇൻഫർമേഷൻ അറിയാമെങ്കിൽ എനിക്ക് സൊല്യൂഷൻ അറിയാം. ക്ലിയർ? എന്ന് വെച്ചാൽ ക്യൂ ഡബിൾ ഡോട്ട് ഓഫ് ടി ഓക്കെ ഇത് ബേസിക്കലി ഓക്കെ എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ആൻഡ് ക്യൂ ഡോട്ട് ഓക്കെ പോസിബിളി ആൻഡ് ടൈം. ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ ക്യൂ ഓഫ് ടി സാറ്റിസ്ഫൈ ചെയ്താലേ പറ്റൂ. ഓക്കെ, ഇനി ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക. സപ്പോസ് നമ്മുടെ ക്യൂ ഓഫ് ടി ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. ഓക്കെ, എനിക്ക് ഇതിനകത്തുനിന്ന് ക്യൂ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ആക്ച്വലി ക്യൂ ഓഫ് ടിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം ഇതിന് ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും. ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ഡോട്ട് ആണ്. ബിക്കോസ്
സെക്കൻഡ് ഡെറിവേറ്റീവ് ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ആൻഡ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഇനിഷ്യൽ കണ്ടീഷനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എനിക്ക് ക്യൂ ഡോട്ട് ഓഫ് സീറോ എന്താണെന്ന് അറിയേണ്ടി വരും. സെക്കൻഡ് പോയിന്റ്, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്യൂ ഓഫ് ടി കിട്ടും. ഓക്കെ, പക്ഷേ അഗെയിൻ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും. ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് ക്യൂ ഓഫ് സീറോയിനെ. എന്ന് വെച്ചാൽ ഈ ക്യൂ ഓഫ് സീറോയും ക്യൂ ഡോട്ട് ഓഫ് സീറോയും എനിക്ക് അറിയാമെങ്കിൽ മാത്രമേ എനിക്ക് ക്യൂ ഓഫ് ടിക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ഇത് രണ്ടും അറിയാമെങ്കിൽ ഇത് യുണീക്ലി ഡിറ്റർമിൻഡ് ആണ്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഓക്കെ റൈറ്റ്, ക്യൂ ഓഫ് ടി ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടൈം തന്നെ അത് നിർബന്ധമായും സാറ്റിസ്ഫൈ ചെയ്യണം. ബിക്കോസ് എങ്കിൽ മാത്രമേ ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വാല്യൂസ് ഓഫ് ക്യൂസ് ആൻഡ് ക്യൂ ഡോട്ട്സ് എനിക്ക് വേണ്ടി വരും. സപ്പോസ് നമ്മുടെ ക്യൂ ഓഫ് ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടൈം ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് ക്യൂ ഓഫ് ടി കണ്ടുപിടിക്കാൻ 3 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ 3 ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്സ് വരും. ഒന്ന് ക്യൂ ഓഫ് സീറോ, ക്യൂ ഡോട്ട് ഓഫ് സീറോ, ക്യൂ ഡബിൾ ഡോട്ട് ഓഫ് സീറോ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ ഇംപ്ലൈ ചെയ്യുന്നത്? ക്യൂ ഓഫ് സീറോയും ക്യൂ ഡോട്ട് ഓഫ് സീറോയും ക്യൂ ഡബിൾ ഡോട്ട് ഓഫ് സീറോയും ഈ 3 അറിയാമെങ്കിലേ ക്യൂ ഓഫ് ടി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാ. പക്ഷെ നേച്ചർ നമ്മളോട് പറയുന്നത് അതല്ല. ക്യൂ ഓഫ് സീറോയും ക്യൂ ഡോട്ട് ഓഫ് സീറോയും മാത്രം അറിഞ്ഞാൽ മതി അതിന്റെ ട്രജക്ടറി യൂണിക്കലി സ്പെസിഫൈ ചെയ്യാൻ. ഓക്കെ റൈറ്റ്, എന്ന് വെച്ചാൽ നമുക്കിപ്പോ മനസ്സിലായി. ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷനെ ഗവേൺ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടൈം തന്നെ ആയിരിക്കണം നിർബന്ധമായിട്ടും. ക്ലിയർ? എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. സപ്പോസ് എൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്. ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിനെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനകത്തുള്ള എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെയും ടൈം എവല്യൂഷൻ, അതായത് എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെയും ക്യൂ ഓഫ് ടി, അതായത് Q1 ഓഫ് ടി, Q2 ഓഫ് ടി എക്സെട്ര, QK ഓഫ് ടി എക്സെട്ര അപ് ടു QS ഓഫ് ടി, അതായത് അതിനകത്തുള്ള എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റും ടൈമിനനുസരിച്ച് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് എനിക്ക് അറിയേണ്ടത്. ബിക്കോസ് എങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റിൽ ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ വാല്യൂസ് ഇതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിന്റെയും പൊസിഷൻ ഇതാണ്, സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ ഇതാണ്. ക്ലിയർ? ഓക്കെ, ആൻഡ് ഇതിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റന്റിലും ജനറലൈസ്ഡ് വെലോസിറ്റീസ് കിട്ടും. നമുക്കറിയാം ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആക്ച്വൽ വെലോസിറ്റിയുടെ ഒരു മെഷർമെന്റ് ആണ്. സോ ദാറ്റ് എനിക്ക് എല്ലാ ജനറലൈസ്ഡ് വെലോസിറ്റീസും എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തുനിന്ന് ആക്ച്വൽ വെലോസിറ്റി എനിക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എക്സെട്ര. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ക്യൂ ഓഫ് ടി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, ക്യൂ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. നമ്മുടെ ക്യൂ ഓഫ് ടി നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്. എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിനെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഞാൻ ചെയ്യേണ്ടത് റൈറ്റ് അവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടൈം, അതിനൊരു എക്സ്പ്രഷൻ കണ്ടെത്തുക എന്നാണ്. ക്ലിയർ? ഓക്കെ, അതായത് നമുക്ക് പറയാം central task in analytical mechanics is to be determine a set of differential equation of the form qi double dot equal to some function of q's and q dots and t. Clear? എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാനൊരു മെക്കാനിക്കൽ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ആ മെക്കാനിക്കൽ സിസ്റ്റത്തിനെ ഞാൻ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തു എന്ന് എനിക്ക് പറയണമെങ്കിൽ, എനിക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ, ഓക്കെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സെറ്റ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എനിക്ക് കാണിക്കാൻ പറ്റണം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെയും സെക്കൻഡ് ഓർഡർ ടൈം ഡെറിവേറ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റണം. ഓക്കെ, ബിക്കോസ് വൺസ് ഞാൻ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്തമെറ്റിക്കലി അത് പിന്നെ സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നത് ഒരു മാത്തമെറ്റിക്കൽ ടാസ്ക് മാത്രം. ഓക്കെ റൈറ്റ്, എനിക്ക് അനലിറ്റിക്കലി സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ന്യൂമറിക്കലി എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടൈം ഇൻ ടേംസ് ഓഫ് ഓൾ ക്യൂസ് ആൻഡ് ഓൾ ക്യൂ ഡോട്ട്സ് ആൻഡ് ടി. ടൈം ഉണ്ടെങ്കിൽ ടൈം, അതിന്റെ ടേംസിൽ ഞാൻ സോൾവ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മെക്കാനിക്സിന്റെ, അതായത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമുലിസംസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ സപ്പോസ് ഞാൻ പറയുവാണെങ്കിൽ ഇതൊരു മെക്കാനിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലിസം ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഫോർമുലിസം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ്
എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെയും second order differential equation in time as a function of q's and q dots and t കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സപ്പോസ് ഞാൻ ഇതൊരു ഫോർമുലിസം ആണെന്ന് പറയുന്നു, മെക്കാനിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഫോർമുലിസം യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് q ഡബിൾ ഡോട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് q's ആൻഡ് q ഡോട്ട്സ് ആൻഡ് t എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഫോർമുലിസം നോട്ട് എ ഗുഡ് ഫോർമുലിസം, റൈറ്റ്? ബിക്കോസ് അത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് മെക്കാനിക്കൽ സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? എന്ന് വെച്ചാൽ ഏതൊരു ഫോർമുലിസത്തിന്റെയും, മെക്കാനിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമുലിസത്തിന്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോർമുലിസം യൂസ് ചെയ്തുകൊണ്ട് q ഡബിൾ ഡോട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് q's ആൻഡ് q ഡോട്ട് ആൻഡ് t ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോർ ഓൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഓക്കെ, സോ നമ്മൾ ആ ടാസ്ക് ആണ് നമ്മൾ മുന്നോട്ട് ഇനി കാണാൻ പോകുന്നത്.